ഒരുപക്ഷെ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ വന്ന വാർത്ത കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും. കാരണം അതിൽ പറഞ്ഞ പ്രകാരം ഒരു പോക്സോ കേസ് എന്ന രീതിയിൽ എന്നെ അവതരിപ്പിക്കുന്നത്. പോക്സോ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച കേസാണ്. എൻ്റെ ആദ്യ ഭാര്യയ്ക്ക് ഇപ്പോൾ 30 വയസ്സുണ്ട്. ജനങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ ചാനലുകളൊക്കെ എന്നെ അവതരിപ്പിച്ചത് ഞാനൊരു കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു പീഡന വീര എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അപ്പം ബ്രോനെ മാത്രമല്ല കുട്ടീനെ എനിക്ക് കല്ലിവല്ലി എൻ്റെ ലൈഫിൽ ഒരു തേങ്ങ സംഭവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മോൻ്റെ ലൈഫാണ്. ഇപ്പം ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ അവനിപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ സ്കൂളിലെ കുട്ടികളെ കളിയാക്കാൻ തുടങ്ങി, ബുള്ളിങ് ചെയ്യാൻ തുടങ്ങി. അവൻ എപ്പോഴും ബുള്ളിങ് കിട്ടാൻ തുടങ്ങി. കാരണം എല്ലാവരും അറിഞ്ഞു അവൻ്റെ ഉമ്മ കേസ് കൊടുത്ത് ഉപ്പ പ്രതിയാണെന്നൊക്കെ രീതിയിൽ. അപ്പം ഞാനിപ്പോൾ എൻ്റെ മക്കളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ദുബൈയിലേക്ക് മാറ്റുന്നു. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഓർത്തെടുക്കാനും ആൾക്കാർക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മളൊരു മോശം കാര്യം ചെയ്യുന്ന പറയുമ്പോൾ ആൾക്കാർ ഓർത്തെടുക്കാനും ചർച്ച ചെയ്യാനൊക്കെ അവർ താല്പര്യമുണ്ടാവും. കഴിഞ്ഞ വേൾഡ് റൈഡിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 82 lakhിൻ്റെ ഇൻകം ഉണ്ട് ഫോർച്യൂണറിന്. കേരളത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഏറ്റവും വലുത്, മാധ്യമങ്ങളെക്കാൾ കൂടുതൽ. ഫേസ്ബുക്കിൽ ഒരാൾ വരും സ്വന്തം പ്രൊഫൈലിൽ നല്ല ഫോട്ടോസ് ഇട്ടിട്ട് സ്റ്റാൻഡേർഡ് ആക്കി നോക്കില്ല. കാരണം ഫേസ്ബുക്ക് സമം കമൻ്റ് ഇടുക, ഇൻസ്റ്റാഗ്രാം സമം സെൽഫ് നമ്മളെ പ്രൊഫൈൽ നമ്മൾ ബിൽഡ് ചെയ്യാം. ഇതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നവർ തെറ്റ് ചെയ്യില്ല. ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്പൺ ആക്കുന്നു, കമൻറ്റ് ചെയ്യും. ഫേസ്ബുക്ക് അവർ കമൻറ്റ് ചെയ്യട്ടെ, നമുക്കെന്താ, എനിക്ക് നല്ല റവന്യൂ കിട്ടുന്നില്ലേ. ഇന്ത്യയിൽ വരുമാനം കുറവാണ്. ഇന്ത്യയിൽ ഒരു 1 ലക്ഷം ആൾക്കാർ കണ്ട വീഡിയോയുടെ വരുമാനം കാനഡയിൽ 5000 ആൾക്കാരാണ് കിട്ടും. ഒരു മത തീവ്രവാദി ആവാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ പൊട്ടന്മാരുടെ ഇതാണ്. നിങ്ങൾ പണ്ടൊക്കെന്ന് പറഞ്ഞാലും എന്ത് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് പാവമായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഭാഷ നിങ്ങൾ ഭയങ്കര ജാടി. പൈസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മല്ലു ട്രാവലർ ഭയങ്കര അഹങ്കാരിയും ഭയങ്കര ജാടിയും. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലുമിനോ ഫോക്കസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിൽസി കെ വിൽസൺ ആൻഡ് ദിസ് ഈസ് അവർ ഷോ സുലൈമാനി വിത്ത് വിൽസി. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെയുള്ളൊരു ഗസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് കേരളത്തിൽ ഇപ്പം ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്, എസ്പെഷ്യലി ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ടല്ലേ. പക്ഷേ നമ്മൾ കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ മലയാളത്തിൽ തന്നെ ടോപ്പ് ട്രാവൽ വ്ളോഗേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പേരുടെ പേര് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിലൊരു ടോപ്പ് ട്രാവൽ വ്ളോഗർ ആയിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ബൈക്ക് റൈഡിലൊക്കെ ട്രെൻഡിങ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ, ഏകദേശം 68 രാജ്യങ്ങളോളം യാത്ര പോയിട്ടുള്ള ഇന്നിതാ ഇപ്പോൾ ഒരു വേൾഡ് റൈഡ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതും 100 രാജ്യങ്ങൾ 2 വർഷം കൊണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കൂടെയുള്ളത് മല്ലു ട്രാവലർ. ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. സുലൈമാനി വിത്ത് വിൽസി. അപ്പോൾ ഒരു സുലൈമാനി കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ? അടിപൊളി, അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നോമ്പെല്ലാം കഴിഞ്ഞു. നോമ്പായതുകൊണ്ട് റൈഡിന്റെ ബ്രേക്കിലായിരുന്നു. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആദ്യമേ തന്നെ പറയാണ്. കാരണം ഇപ്പം ഒമാനിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ, ഞാൻ മസ്കറ്റിലായിരുന്നു 4 ദിവസം. മസ്കറ്റിൽ നിന്ന് ഇപ്പം UAE വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് സൗദിയിലേക്കാണ് പോകേണ്ടത്. സൗദിയിലേക്ക് വന്നത്. അപ്പം 2 years കൊണ്ട് 100 രാജ്യങ്ങൾ. ഓക്കെ, എപ്പോഴാണ് ഇങ്ങനൊരു അതിനേക്ക് മുന്നൊരു കാര്യം പറയട്ടെ. ഞാനൊരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഒരു ടൈമിൽ കേരളത്തിലെ ടോപ്പ് ട്രാവൽ വ്ളോഗേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അത് ഞാൻ വെറുതെ ഒരു ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞല്ല, 2-3 ട്രാവൽ വ്ളോഗേഴ്സ് നമ്മുടെ മനസ്സിലേക്ക് വരും. അതിൽ മല്ലു ബ്രോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് റൈഡിൽ ഒരു കംപ്ലീറ്റ് ഒരു ആൾക്കാരുടെ ഇടയിലേക്ക് റൈഡിങ് അല്ലെങ്കിൽ പോകാമെന്നൊരു സാധനം കൊണ്ടുവന്നത് അപ്പം അങ്ങനെ ബ്രോ ആയിരുന്നു. അപ്പം അതിലേക്ക് വരണ സമയത്ത് എനിക്ക് ഏറ്റവും, ഞാനിപ്പോൾ ഇവിടെ മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ ഒരു പോഡ്കാസ്റ്റിലേക്ക് വേണം എന്ന് ഞാൻ വിചാരിക്കാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ, കാരണം ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ 2-3 പേര് നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെങ്കിൽ ബ്രോ അതിനിടയ്ക്ക് കുറേ നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന സമയത്താണ് കുറേ വിവാദങ്ങളിൽ പെടുന്നു. അതിൽ നിന്നും സ്ട്രോങ് ആയിട്ട് വീണ്ടും എന്താ പറയുക മുന്നോട്ടേക്ക് വന്നതായി ഇപ്പം 2 വർഷം കൊണ്ട് 100 രാജ്യങ്ങൾ. സോ ഇനി പൂർണ്ണമായിട്ട് മൈക്ക് അങ്ങോട്ടേക്ക് വിട്ടുതരികയാണ്. ഒരു ജേർണി പറയോ? അല്ല, ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഞാൻ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും ഞാൻ സക്സസ് ആണ്. കാരണം ഞാനിപ്പോൾ 0ലേക്ക് തിരിച്ചു പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ ഏണിങ്സും ഒക്കെ ആയിട്ട് സേവിങ്സ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. സോ യൂട്യൂബ് കരിയർ ഞാൻ 2018 സ്റ്റാർട്ട് ചെയ്തു. 2018 സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയില്ല ഞാൻ വ്ളോഗർ ആവുന്നില്ല, യൂട്യൂബിൻ്റെ വരുമാനം കിട്ടും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ആൻഡ് ബൈ ആക്സിഡൻ്റലി ഞാൻ വ്ളോഗർ ആയതാണ്. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ആ സമയത്ത് ആൾക്കാർക്ക് അഡ്വഞ്ചർ ട്രാവൽ വ്ളോഗ് എന്താണെന്ന് അറിയില്ല, മോട്ടോ വ്ളോഗ് എന്താണെന്ന് മലയാളികൾക്ക് അറിയില്ല. ഞാനാണ് ഫസ്റ്റ് മോട്ടോ വ്ളോഗ് ട്രാവൽ വ്ളോഗായിട്ട് ഫസ്റ്റ് മലയാളത്തിൽ ഹെൽമെറ്റ് ക്യാമറ വെച്ച് വ്ളോഗ് ഞാനാണ്. എൻ്റെ പ്ലാറ്റ്ഫോമിൽ ആ ഒരു ജേർണി വന്ന് കേരള ടു കാശ്മീർ. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ചാനൽ വളരുന്നു.
പിന്നീട് കോവിഡ് വരുന്നു. അപ്പോൾ കോവിഡ് വരുമ്പോഴാണ് ഈ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പിന്നെ ആഡ് ആകാൻ തുടങ്ങി. 10,000 ലക്ഷക്കണക്കിന് പുതിയ ചാനലുകൾ അതെ വന്നു. അതെ അതെ ഈ കോവിഡിന്റെ സമയത്തായിരുന്നു ശരിക്കും നമ്മൾ ബ്ലോഗർമാരെ കൂടുതൽ കാണാൻ വേണ്ടി തുടങ്ങി. കാരണം അതിന് മുന്നേ വരെ നിങ്ങളൊരു 3-4 പേര് മാത്രം നമുക്ക് അറിയുള്ളായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനടക്കം കേരളത്തിൽ യൂട്യൂബിൻ്റെ റവന്യൂ ഫസ്റ്റ് വെളിപ്പെടുത്തി ഞാനാണ്. എൻ്റെ പ്ലാറ്റ്ഫോം വഴിയാണ് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെന്ന്, എത്രയാണ് വരുമാനം എന്നൊക്കെ വെളിപ്പെടുത്തത് 2019 ആ സമയത്ത്. അപ്പോൾ അന്ന് ഒരുപാട് ആൾക്കാരെ പറഞ്ഞു ഇല്ല വരുമാനം വെളിപ്പെടുത്തി കിടന്ന ചാനൽ അടിച്ചു പോകും, ചാനൽ ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഒരു അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ റവന്യൂ കാണിക്കുന്നു, നമ്മൾ പുതിയ വണ്ടി എടുക്കുന്നു, നമ്മുടെ കാർ എടുക്കുന്നു, നമ്മൾ ഒരുപാട് ലക്ഷറി നമുക്ക് കിട്ടുന്നു. അപ്പം ഈ കാണുന്ന ആൾക്കാർക്കൊക്കെ ഓക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്നുണ്ട്, നമുക്ക് റവന്യൂസ് കിട്ടും എന്നൊരു ഫീൽ വരും. അപ്പോൾ പേരൻസ് ആണെങ്കിലും മക്കളെ യൂട്യൂബർ ആക്കാനും അല്ലെങ്കിൽ അവർ ഫാമിലിയായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. കാരണം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അപ്പോൾ അവർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു. വളരെ സന്തോഷം. കാരണം കേരളത്തിൽ ശരിക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ മലയാളത്തിലേക്കാണ് പോകുന്നത് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ. സത്യം സത്യം സാധനം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇപ്പോൾ യൂട്യൂബിലെ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം വളരെ ട്രെൻഡിങ് ആണ്. കാരണം ഷോർട്ട് വീഡിയോസ് ട്രാവൽ വീഡിയോസ് ഒരുപാട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ബ്രോ പറഞ്ഞു കോവിഡിൻ്റെ ടൈം പറഞ്ഞു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ ടൈമിൽ മല്ലു ട്രാവലറിനുണ്ടായിരുന്ന ഒരു റീച്ച് ഭയങ്കരമായിരുന്നു. എസ്പെഷ്യലി ആ സമയത്ത് ഞങ്ങൾ യൂറോപ്പിൽ ട്രിപ്പ് പോകുന്ന സമയമൊക്കെ അതെ അല്ലായിരുന്നു. അതെ എന്നിട്ട് യൂറോപ്യൻ ആദ്യം ട്രിപ്പായിരുന്നു. തിരിച്ചു വന്നു അതെ അല്ലേ? അതെ കണ്ണൂർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. അങ്ങനെ ഒരു കൊറോണനെ എതിരിട്ടു. അപ്പം അങ്ങനെ ഒരു റീച്ച് വന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പോലീസുകാരുടെ കൂടെ ഒക്കെ ഡ്രോൺ ഉറപ്പിക്കാനൊക്കെ പോയി കൊറോണ സമയത്ത്. സോ നല്ല ഓപ്ഷനാണ് ആ ടൈമിൽ. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ടോപ്പ് ഒരു പെർ മന്ത് ടോപ്പ് റവന്യൂ ഏൺ ചെയ്തതും ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലായിരുന്നു. ആ ടൈമിലായിരുന്നു. പക്ഷേ ഈ ബൈക്ക് റൈഡിന്റെ കാര്യം പറയുന്ന സമയത്ത് പേര് എടുത്തു പറയണം ഒരാളുടെ. ആരുടെ എന്നറിയോ? ആമിനേന്റെ. കാരണം വീട്ടിലുണ്ട്. ആമിന ഉണ്ടാക്കിയ ഒരു ഓളം ഉണ്ടല്ലോ ആ സമയത്ത് അല്ലേ? എല്ലാ ആൾക്കാരും അതെ അതെ അതിൽ എത്ര രാജ്യങ്ങളിൽ ഇല്ല പോയിട്ടുണ്ടായിരുന്നു? എനിക്ക് അതിൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് 12-13 എങ്ങനെ എൻ്റെ അറിവിലാണ് ഉള്ളൂ. കാരണം എനിക്കത് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളത് നമുക്കറിയില്ല കൊറോണ തീരുവോ ഇല്ലോന്നില്ല, അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി. ഒരു പക്ഷേ കൊറോണ തീരുമെന്ന് അറിഞ്ഞതിന് തിരിച്ചു കൊണ്ടുപോയില്ലായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയി. അങ്ങനെയാണ് ഇപ്പം നെക്സ്റ്റ് വണ്ടി ഇറക്കിയിട്ടുള്ളത്. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രീം റൈഡാണ്. ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന റൈഡാണ്. അപ്പം നമുക്കൊരിക്കലും നമുക്കൊരു നോർമൽ വെഹിക്കിൾ എടുത്ത് പോകാൻ പറ്റില്ല. 200cc 300cc വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. കാരണം പല കൺട്രീസിലും ഹൈവേസിലൊക്കെ എൻ്റർ ചെയ്യണമെങ്കിൽ മിനിമം CC റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഗോൾഡ് വിങ് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷം ഞാൻ വാങ്ങിയിട്ട്. ഈ ഏപ്രിൽ 17 ഗോൾഡ് വിങ്ങിൻ്റെ 10ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ അതന്നെ എടുത്ത് പോകാമെന്ന് വെച്ചു. അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. ഈ ബൈക്ക് റൈഡിനോട് എങ്ങനെയാണ് ഒരു ഇഷ്ടം തോന്നിയത്? കാരണം ബൈക്ക് എസ്പെഷ്യലി ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് മലയാളി ചെക്കന്മാർ എല്ലാവരും ബൈക്കിനോട് വലിയ ക്രേസ്. പക്ഷേ അതിൽ ഇത്രയും ഒരു റൈഡ് പോകാം അല്ലെങ്കിൽ അത് എപ്പോഴൊരു ആഗ്രഹം തോന്നിയത് എപ്പോഴാണ്? അല്ല നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രശ്നങ്ങളെ കാണുന്നത്, അല്ല പ്രശ്നങ്ങൾ വരുന്ന മെൻ്റലി ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ പോകാം. അപ്പം ചില ആൾക്കാർ ഡ്രഗ്സ് അടിക്കും, ചില ആൾക്കാർ വെള്ളടിക്കും, ചില ആൾക്കാർ കഞ്ചാവ് അടിക്കും, ചില ആൾക്കാർ പോയി കരഞ്ഞ് നിലവിളിക്കും. ഞങ്ങൾ വണ്ടി ഓടിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വിഷമങ്ങൾ വരുമ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ വണ്ടിയിൽ നല്ലൊരു പഴയ മലയാളം പാട്ടൊക്കെ വെച്ച് ഞാൻ റൈഡ് പോകും. ചില മഴയായിരിക്കാം, ചിലപ്പോൾ വെയിലായിരിക്കാം, വാട്ട് എവർ. ബട്ട് ആ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്കറിയാം മെൻ്റലി ഞാൻ ഒരു ഹീലായി എന്നുള്ള ഫീൽ എനിക്കുണ്ട്. അപ്പം ഞാൻ ചെറുപ്പകാലം മുതൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് മോട്ടോർ ബൈക്ക് എന്ന് പറയുന്നത്. എനിക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് മെൻ്റലി വരുന്ന പ്രശ്നങ്ങളൊക്കെ അത് സോർട്ട് ചെയ്യാൻ ഇപ്പോഴും ഞാൻ വെള്ളമടിക്കാറില്ല, വലിക്കാറില്ല, കുടിക്കാറില്ല, ഒരു പരിപാടിയില്ല, തുടങ്ങിയിട്ടേ ഇല്ല, തുടങ്ങാനും താല്പര്യമില്ല. കാരണം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും 1000 മടങ്ങ് കിക്ക് എനിക്ക് ഇതിൽ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ശരിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷനാണല്ലോ, അത് നമ്മൾ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രാവൽ വ്ളോഗറിലേക്ക് വരുന്ന സമയത്ത് പ്രവാസിയായിരുന്ന ഷാക്കിർ, എനിക്കൊന്ന് ഈ ഷാക്കിർ എന്നുള്ളൊരു പേര് തന്നെ നമുക്ക് അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം മല്ലു ട്രാവലർ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്നത്. അപ്പം പ്രവാസിയാണ്, പ്രത്യേകിച്ച് UAE ദുബായിലായിരുന്നല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവിടെ നിന്നാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പ്രവാസിയായിരുന്ന ഷാക്കിർ എങ്ങനെയാണ് മല്ലു ട്രാവലർ ആയത്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ബൈ ആക്സിഡൻ്റലി ആയതാണ്. ഞാൻ UAE നാട്ടിൽ പോയി ഞാൻ കുറച്ച് സിറ്റുവേഷൻ കാരണം അങ്ങനെ ഇവിടെ കുറച്ച് ഹൈഡൻ ലൈഫ് വേണ്ടി വന്നു. നാട്ടിൽ പോയ സമയത്താണ് ഒരു ബൈക്ക് യാത്ര പോകണമെന്നുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ഒരുപാട് കമ്പനികൾക്ക് ഞാൻ എൻ്റെ പ്രപ്പോസൽ അയച്ചു. ഞാൻ ഇങ്ങനെ ഒരു വേൾഡ് റൈഡ് പോകും, ഞാൻ അത് മല്ലു ട്രാവൽ എന്നൊരു ചാനൽ ഓപ്പൺ ആക്കും, ഞാൻ 3 മാസം കൊണ്ട് 50,000 ഫോളോവേഴ്സ് കിട്ടും, ഫ്യൂച്ചറിൽ യൂട്യൂബാണ് പരസ്യം തരാൻ പോകുന്നത്. 2018 ഞാൻ കൊടുത്ത പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ TV ചാനലിലൂടെയാണ് പരസ്യം ചെയ്യുന്നത്. മേ ബി 1-2 വർഷം കഴിഞ്ഞാൽ അത് യൂട്യൂബിലേക്ക് മാറും, ആൾക്കാർ യൂട്യൂബ് വഴി വീഡിയോസ് കാണാൻ തുടങ്ങും. അപ്പം നിങ്ങളുടെ ബ്രാൻഡിന് യൂട്യൂബ് വഴി പരസ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ നീട്ടി വലിച്ചിട്ട് പ്രൊജക്റ്റ് കൊടുത്തു. റോയൽ എൻഫീൽഡ് ആണ് കൊടുത്തത്. പക്ഷേങ്കിൽ അവരത് റിജക്റ്റ് ചെയ്തു. കാരണം ആ സമയത്ത് അവർക്ക് ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ മനസ്സിലായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി, കയ്യിൽ പൈസ ഒന്നുമില്ല, ട്രിപ്പ് പോകണം. അങ്ങനെ പൈസ ഇല്ലാതെ ഞാൻ നേരെ നേപ്പാളിലേക്ക് വിട്ടു. അപ്പോൾ ആ ഒരു യാത്രയാണ് ഫസ്റ്റ് യാത്ര എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹിച്ച് ഹൈക്കിംഗ് ചെയ്തിട്ടാണ് അതെ, നേപ്പാളിലേക്ക് പോയത്. ഞാൻ ആ ഒരു യാത്രയെ പറ്റി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ആരും വിശ്വസിക്കുന്നില്ല.
അവർ പറയുന്നത് കള്ളത്തരം പറയുന്നുണ്ട്, തട്ടി വിടുന്നത്. കാരണം ഹിച്ച് ഹൈക്കിംഗ് എന്നുള്ളത് അത്ര വലിയ സംഭവമല്ല. ഇപ്പോഴാണ് ഈ വ്ളോഗേഴ്സ് തുടങ്ങിയത്. അതെ 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 ശരി. ബാക്ക് പാക്കിംഗ് ഹിച്ച് ഹൈക്കുന്നുള്ള ആൾക്കാർ അത്ര അറിയാം. അങ്ങനെ ഞാൻ ഓക്കെ നിങ്ങളുടെ കാണിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സിംഗപ്പൂരേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ഇത്ര ഒരു വൈറലാണെന്ന് വിചാരിച്ചിട്ടില്ല. ഓക്കെ, അവിടെ നിന്നാണ് ഇങ്ങനെ എത്തിയത്. ഇപ്പം ട്രാവലിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം മല്ലു ട്രാവൽ എന്ന് പറയുമ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഹിച്ച് ഹൈക്കിങ് ചെയ്തു. അതിനുശേഷം ഇപ്പം നോക്കുകയാണെങ്കിലേ ഇപ്പം നമുക്ക് യൂട്യൂബ്, ഇൻസ്റ്റ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലുണ്ടായ റവന്യൂ, ഇൻസ്റ്റയിലെ റവന്യൂ. ഇപ്പം ബ്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് ആയിരുന്നു കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ടുള്ളത്. പക്ഷേ എസ്പെഷ്യലി പറയേണ്ട കാര്യം, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് റവന്യൂ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും അല്ലല്ലോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴല്ലേ ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു റവന്യൂ അല്ലെങ്കിൽ ഇതിനൊരു ബിസിനസ് ആക്കാമെന്നൊരു ചിന്ത ആൾക്കാരിലേക്ക് കൂടുതൽ വരുന്നതും ആൾക്കാർ കുറച്ചും കൂടെ ആക്റ്റീവ് ആണ്. പക്ഷേ ബ്രോയോട് നോക്കുകയാണ്, ഒരു അൽഗോരിതം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് രണ്ടും തമ്മിൽ, കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ ആക്റ്റീവ് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ ഒരു വ്ളോഗർ എന്നുള്ള രീതിയിലൊരു നിഗമനോ? അല്ല, പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഭയങ്കര ക്ഷമയുണ്ടായിരുന്നു. അവർ ഒരു കണ്ടന്റ് കാണാൻ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അവർ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് കാണാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. ശരിയാ ശരിയാ. അപ്പോൾ അതിൽ അവരിങ്ങനെ ഇരുന്നിട്ട് അവർ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വീഡിയോസ് കാണും. സോ അത് അങ്ങനെ കാണുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളൊരു കാര്യത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനും നമ്മളെ കാര്യങ്ങളൊക്കെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുന്നത് 1 മണിക്കൂർ. പക്ഷെ ഇപ്പം നേരെ മാറി. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ക്ഷമ എന്ന് പറയുന്ന സാധനം ഇല്ല. അവർ ഇങ്ങനെ പിടിച്ചിട്ട് കാണുന്നത്, ഇങ്ങനെ ടിക് 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 മാറ്റിക്കൊണ്ടിരിക്കും. പണ്ട് 1 മിനിറ്റിൽ അല്ലെങ്കിൽ 10 മിനിറ്റിൽ നമ്മൾ ഒരു കണ്ടന്റാണ് കാണുന്നതെങ്കിൽ ഇപ്പം 1 മിനിറ്റിൽ നമ്മൾ 10 60 കണ്ടന്റ്സ് കാണാൻ തുടങ്ങി. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊന്നും ഓർമ്മിച്ച് വെക്കാൻ പറ്റില്ല. ഇത് പ്രത്യേകിച്ച് എടുത്തോളൂ ഈ 2K കിഡ്സിനോടാണോ അതോ? 2K കിഡ്സ് എന്നല്ല, ഇപ്പം എല്ലാവരും നമ്മൾ പലപ്പോഴും ആൾക്കാർ പറയുന്ന കാര്യം 2K കിഡ്സ് 90s എന്ന് പറയുന്ന ഒരു സാധനം തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് വരുന്ന സമയത്ത്, കാരണം ഇപ്പൊ കുറച്ചുകൂടി ഇപ്പൊ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലും ഇൻസ്റ്റാഗ്രാം. പക്ഷേ അങ്ങനെയൊന്നും അല്ല. എനിക്ക് പേഴ്സണലി തോന്നി ഇപ്പം എല്ലാവരും ഈ ഷോർട്ട് വീഡിയോസിന്റെ കാലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെ, ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ പണ്ടൊക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കുക, സഞ്ചാരി പോലുള്ള ചാനൽ, സഫാരി ചാനലൊക്കെ 45-50 മിനിറ്റ് ഒക്കെ ഉള്ളത് നമ്മൾ കുത്തിയിരുന്ന് ഫുള്ള് കാണുന്നത്. എന്തോരം നമുക്ക് ഇൻഫർമേഷൻസ് ആണല്ലേ അതിനകത്തൊന്ന് കിട്ടുക. ഇപ്പൊ ഇൻഫർമേഷൻസ് അല്ല, ഇപ്പൊ ആൾക്കാർക്ക് ഒരു ഷോ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എവിടെയും പോയി കഴിഞ്ഞാൽ ഓക്കെ ആസ് എ വ്ളോഗർ ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ഇടുന്നു. ഓക്കെ, അത് എൻ്റെ ജോലിയുടെ ഭാഗം നോക്കാം. പക്ഷെ പലർക്കും ഞാൻ അവിടെ പോയി ഞാനത് ചെയ്ത് ഞാൻ ഈ കേക്ക് തിന്ന അല്ലെങ്കിൽ ചായ കുടിച്ച ഇങ്ങനെ ആൾക്കാർ അറിയിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കണ്ടന്റിന്റെ റീച്ച് നിശ്ചയിക്കുന്നത് മ്യൂസിക്സ് ആണ്. ഇപ്പം ഈ അടുത്ത് മറ്റൊരു അന്ന് വാണക്കോണി ആ പാട്ട്, അയ്യോ ആ ഒരു പാട്ടിന്റെ ഒരുപാട് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു പട്ടിക്കുട്ടി കിടക്കുന്നുണ്ടാവും, അവർ ആ പട്ടിക്കുട്ടിനെ എടുത്തിട്ട് റോഡിന് ഇപ്പുറം വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യമായിരിക്കും, ചിലപ്പം ചെറിയ ഇലവ് നടക്കുന്നുണ്ടാവും, ഇതെടുത്ത് മാറ്റുന്നുണ്ടാവും. എന്തെങ്കിലും ചെറിയൊരു സംഭവം വരെ ഈ മ്യൂസിക്സ് ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ഭയങ്കര ചാരിറ്റി മൂഡിലേക്ക് അത് മാറ്റും. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ വരും. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഒരു ഭയങ്കര ബിസിനസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഇപ്പം ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ നടക്കുന്നുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു ആക്റ്റീവ് യൂട്യൂബിലെ പോലെ തന്നെ ബ്രോയ്ക്ക് കൂടുതലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ ആക്ച്വലി ഇപ്പം ഈ ഒരു കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് ഞാൻ യൂട്യൂബിൽ ആക്റ്റീവ് അല്ല, ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. വളരെ വാലിഡ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അതായത് ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു വ്യക്തി ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ ബൈക്ക് റൈഡ് ചെയ്ത് ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഭയങ്കര, അതായത് സത്യം പറയല്ല, മല്ലു ട്രാവൽ എന്ന് പറയുന്ന വ്യക്തി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ ഇങ്ങനെ കാണാനും അല്ലെങ്കിൽ മല്ലു ട്രാവലർ എല്ലാവർക്കും അറിയുന്ന ഒരാളായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് എന്തു പറ്റിയെന്ന ചോദ്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഇടയിലായപ്പോഴത്തേക്ക് വീഡിയോസ് ഒന്ന് വളരെ ഡൗൺ ആയി. അതിനിടയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ, ഒരു വിവാദങ്ങളല്ല, ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറയില്ല, ആൾക്കാർ പറയില്ല, വിവാദങ്ങൾ ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ട് സംഭവിച്ചതിനേക്കാൾ ഉപരി അത് ഭയങ്കരമായിട്ട് യൂട്യൂബിനെ വീഡിയോസിനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയില്ലേ, റീസൺ അല്ല. ഈ ഒരു വിവാദം വരുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബ് കുറച്ചിട്ടുണ്ട്. ഞാൻ ഇറാനിലൊരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ 2023 യൂട്യൂബ് കുറക്കും എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഇഷ്യൂ വന്ന് ഏകദേശം നന്നായെന്ന് ഞാൻ പറയും. കാരണം അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്ത് പോയതിനെ കഴിഞ്ഞ 1 വർഷം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് എൻ്റെതായ കരിയർ വേറൊരു ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് പുറത്തൊരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. 1 വർഷം എനിക്ക് എക്സാക്ട്ലി ടൈം കിട്ടി. 2024 മുഴുവൻ ഞാൻ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് സക്സസ് ആകാൻ പറ്റി. എനിക്ക് എൻ്റെ ബിസിനസ് ഗ്രോത്ത് ചെയ്ത് ഒരു സെറ്റിൽ ചെയ്യാൻ പറ്റി. ഇപ്പം 2025 അതും ഞാൻ പറഞ്ഞു 2025 ഞാൻ കംബാക്ക് ആവും. എനിക്ക് ട്രാവൽസ് ചെയ്യണം. അതൊരിക്കലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രാവലിംഗ് അല്ല.
അങ്ങനെ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു യാത്ര എന്നുള്ളത് എനിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ എന്നുള്ളൊരു വ്യക്തി ജീവിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കണമെന്ന് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു 100 കൺട്രീസിൽ ആക്ച്വലി 100 അല്ല 100+ ഐ ഗോ മാക്സിമം. ഞാൻ ലോകത്ത് എനിക്ക് പറ്റുന്നിടത്തോളം മാക്സിമം ഞാൻ ഈ ഒരു വണ്ടിയോട് ഞാൻ കവർ ചെയ്യും. അത് 2 വർഷം എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, 2 അല്ല, ഞാൻ മാക്സിമം അതിലും കൂടുതൽ കവർ ചെയ്യും. കാരണം എനിക്കൊരു 10-30 വർഷം കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ഓർമ്മിക്കാനുള്ള കുറച്ച് ഓർമ്മകൾ വേണം. അതാണ് ഈ ഒരു യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അത് ഞാൻ എന്താ പറയാൻ കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ മല്ലൂർ ട്രാവലർ വിവാദത്തിൽ പെട്ടു എന്നൊക്കെ നമ്മൾ എനിക്ക് 2023 ബ്രോനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഒരു ബാഡ് ഇയർ ആയിരുന്നു അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ 2023 സെപ്റ്റംബറിലായിരുന്നു വന്നത്. പിന്നെ ഈ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഓർത്തെടുക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. പക്ഷെ നമ്മളൊരു മോശം കാര്യം ചെയ്യുന്ന പറയുമ്പോൾ ആൾക്കാർ അത് ഓർത്തെടുക്കാനും ചർച്ച ചെയ്യാനൊക്കെ അവർ താല്പര്യം ഉണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ആ സമയത്ത് ചർച്ച ചെയ്തു, മാധ്യമങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ ഇപ്പം ആരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഉണ്ട്. അല്ല അതിലേക്ക് ഞാൻ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബ്രോയുടെ ഫസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു യൂറോപ്പിൽ പോയ സമയത്ത് വന്ന സമയത്ത് കൊറോണയുടെ സമയത്തൊക്കെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ മല്ലൂർ ട്രാവലർ നല്ലത് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അല്ലേ നമ്മൾ ന്യൂസിലൊക്കെ ആ സമയത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു, തന്നെ പോസിറ്റീവ് വേയിൽ. അതിനുശേഷം ഈ വിവാദങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മളിത് തന്നെ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടോയെന്ന് പോലും അറിയാത്ത ചാനലുകാരൊക്കെ അത്രയും ഫുള്ള് വളരെ മോശമായിട്ടും വളരെ വിവാദങ്ങളിലൊക്കെ പെട്ടിട്ട് വന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് ശേഷം ഇപ്പോഴാണല്ലേ ആ ഒരു കേസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രോയ്ക്ക് അനുകൂലമായിട്ട് വരികയും അത് കംപ്ലീറ്റ് ആ കേസ് കോടതി എന്നെ വെറുതെ വിട്ടു. എൻ്റെ ആദ്യ ഭാര്യ എനിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു. ഒരു പോക്സോ കേസായിരുന്നു. അതെ, പക്ഷേ കോടതി അത് കള്ളക്കേസാണെന്ന് പറഞ്ഞു. അവർ പ്രായമായപ്പോൾ തന്നെയാണ് അവർ കല്യാണം കഴിച്ചതെന്നുള്ളത് കോടതിയിൽ തെളിഞ്ഞു. അപ്പോൾ അവരത് വളരെ ഓപ്പണായിട്ട് കോടതി പറഞ്ഞു, ഇങ്ങനെ ഒരു വീഡിയോയിൽ എന്നെപ്പറ്റി പരാമർശം ചെയ്തതുകൊണ്ട് അതിൻ്റെ പക തീർക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത കേസാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് തീർന്നു. പക്ഷേങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ ചാനലുകളൊക്കെ എന്നെ അവതരിപ്പിച്ചത് ഞാനൊരു കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു പീഡന വീരെന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അപ്പം അത് തീർന്നു. നമുക്കറിയണ ദേശം കാര്യങ്ങളൊന്നുമില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോയി നമ്മൾ നിയമപരമായിട്ട് നേരിട്ട് നമ്മൾ തീർന്നു. എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പം നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് പേര് നമ്മൾ തകർക്കാനും നമ്മൾക്കെതിരെ കല്ലെറിയാനും അല്ലെങ്കിൽ നമ്മൾ ഇതാക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അവരെ നോക്കി ഇന്ന് നടക്കില്ല. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ലക്ഷ്യം, അതാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞ തന്നെ ഈ ഒരു മൊമെൻ്റ് വരെയായിട്ട് ഞാൻ അതേ ലെവലിൽ പോകുന്നുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ജീവിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അല്ല അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഇപ്പം മാധ്യമപ്രവർത്തകരെ പറ്റി പറഞ്ഞത് മാധ്യമപ്രവർത്തകരെ കുറ്റം പറയുന്ന പോഡ്കാസ്റ്റ്, പക്ഷേ എന്നാലും പറയാണ് ഇപ്പം ആ സമയത്തൊക്കെ ഒരുപാട് മാധ്യമപ്രവർത്തകർ ഈ പറയണ പോലെ മല്ലൂർ ട്രാവലർ അങ്ങനെ ചെയ്തു അങ്ങനെ ഒരുപാട് ഞാൻ അല്ല, ബേസിക്കലി അവർ കോർപ്പറേറ്റ് ലെവൽ അവരുടെ ബിസിനസ്സാണ്. അപ്പോൾ അവർക്ക് ഈ കൊറോണ കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ മാധ്യമപ്രവർത്തകർക്കുള്ള ചാനലുകൾക്കുള്ള വരുമാനം നേരെ പകുതിയായി മാറി. കാരണം ഒരു ബ്രാൻഡുകളും ഇപ്പം പണ്ടൊക്കെ ചാനലുകളിൽ പരസ്യം കൊടുത്ത ബ്രാൻഡുകളൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന് എടുത്തിട്ടാണ്. ഇൻഫ്ലുവൻസേഴ്സാണ് കംപ്ലീറ്റ് ഫണ്ടും ഇപ്പോൾ മാർക്കറ്റിംഗ് എടുക്കുന്നത്. കോടികളാണ് അവർ ഓരോ മാസം അവർ കിട്ടുന്നത്. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ളത് അവരുടെ കണ്ണിലൊരു കരടാണ്. അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ നാട്ടിൽ ചിലപ്പോൾ ഒരു 1000 ഫോളോവേഴ്സ് ഇല്ലേ, അല്ലെങ്കിൽ ഒരു 7000 ഫോളോവേഴ്സിൽ ഒരു വ്യക്തി MDMA മറ്റ് ആക്കി പൊക്കിക്കഴിഞ്ഞാൽ യൂട്യൂബർ അറസ്റ്റിൽ. ഇതാണ് അവരുടെ ക്യാപ്ഷൻ. ഇന്ന് യൂട്യൂബർ അറസ്റ്റ്. ആ യൂട്യൂബർ ആണോ ആ പുള്ളി യൂട്യൂബ് ആണോ ജോലി ഒന്നും ആരും നോക്കില്ല. അപ്പം ഇവർ ഈ ഒരു ഇൻഫ്ലുവൻസർ ഫോക്കസ് ചെയ്തിട്ടാണ് വാർത്തകൾ ഇടുന്നത്. അപ്പോൾ ഇവർക്ക് എന്നെപ്പോലത്തെ ഒരു വ്യക്തി അവർക്ക് ലോട്ടറിയാണ്. കാരണം എന്നെപ്പോലത്തെ ഒരു വ്യക്തിക്കെതിരെ ഒരു ഇങ്ങനൊരു പീഡന കേസ് വന്നപ്പം അവരത് ആഘോഷിച്ചു. പക്ഷേങ്കിൽ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവരുടെ ബ്രാൻഡ് ഗ്രോത്തിനാണ് അവർ നോക്കിയത്. പക്ഷെ ആ സെയിം ടൈമിൽ ഒരു കാര്യം ചോദിച്ചു, ഇപ്പം ബ്രോയ്ക്ക് അനുകൂലമായിട്ട് ഇപ്പം വിധി വന്നല്ലോ, ആ സമയത്ത് മെന്റലി തോന്നിയിട്ടുണ്ടോ അനുകൂലമായിട്ട് വിധി വന്നപ്പോൾ ഇത്രയും മാധ്യമപ്രവർത്തകർ വന്നില്ലല്ലോ? അത് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ മാധ്യമപ്രവർത്തകർ എന്നുള്ളത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു കേരളത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഏറ്റവും വലുത്, മാധ്യമങ്ങളെക്കാൾ കൂടുതൽ. ബ്രോ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇട്ടു, കേസ് അനുകൂലമായിട്ട് ബ്രോയ്ക്ക് വിധി വന്ന് പറഞ്ഞ വീഡിയോ ഇട്ടു. ആ വീഡിയോയിൽ ഞാൻ നോക്കുമ്പം കുറേ വ്ളോഗർമാർ ബ്രോനെ സപ്പോർട്ട് ചെയ്തിട്ട് എഗെയിൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് മതി. കാരണം ആ ഒരു വീഡിയോ എനിക്ക് എൻ്റെ ചാനൽ ടേക്ക് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വന്നു. കാരണം എനിക്ക് എൻ്റെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് പറഞ്ഞു തൽക്കാലത്തേക്ക് ഒന്ന് ഹൈഡ് ആയി തരണം, കാരണം നമുക്ക് തൽക്കാലത്തേക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഹൈഡ് ചെയ്തിട്ടു. പക്ഷേ ആ വീഡിയോ ഇപ്പോഴും പല ആൾക്കാരും പല പ്ലാറ്റ്ഫോമിലും ലക്ഷങ്ങൾ വ്യൂവേഴ്സായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഒരു ചാനലിൽ വരുന്ന വാർത്ത കാണുന്നത് ലിമിറ്റാണ് ഇവർക്ക്. നമുക്കറിയില്ല. ഇപ്പം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര ആൾ കണ്ടു എന്നുള്ള സ്ട്രാറ്റജി എൻ്റെ അടുത്തുണ്ട്. പബ്ലിക്കിന് കാണാൻ പറ്റും. അവരിടുന്ന വീഡിയോസ് എത്ര ഉണ്ട് നമുക്കറിയില്ല. അപ്പം ഞാൻ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇനി കേരളത്തിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഓൺലൈൻ മീഡിയാസാണ് കൂടാൻ പോകുന്നത്. ഓൺലൈൻ മീഡിയാസ് 2 തരത്തിലുണ്ട് കേരളത്തിൽ. ഒന്ന് ഈ പറഞ്ഞ വാർത്തകളുടെ കാര്യങ്ങൾ കൊടുക്കുന്ന ചാനലുകളുണ്ട്, പിന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ മൈക്കും എടുത്തിട്ട് ഒരുപാട് ആൾക്കാരെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. 2 ടൈപ്പ് ഉണ്ട്. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ഓപ്പൺ ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, അത് സുലൈമാനി കുടിച്ചില്ല. ഞാൻ കുടിക്കാം.
ഓപ്പണായിട്ട് ചോദിക്കട്ടെ, മല്ലു ട്രാവലർ ഭയങ്കര ജാടയുള്ള ആളാണ്, ഭയങ്കര അഹങ്കാരിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ പണ്ടൊക്കെന്ന് പറഞ്ഞാൽ എന്ത് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് പാവമായിരുന്നു. ഇപ്പം നിങ്ങളുടെ ഭാഷ നിങ്ങൾ ഭയങ്കര ജാട. പൈസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മല്ലു ട്രാവലർ ഭയങ്കര അഹങ്കാരിയും ഭയങ്കര ജാട. എന്തുകൊണ്ടാണ്? ബട്ട് വൈ? അല്ല, മല്ലു ട്രാവലറിന്റെ അഹങ്കാര ചാടിയല്ല, മല്ലു ട്രാവലറിനെ കാണുന്ന ഒരു രീതി മാറി. കാരണം പണ്ട് ഞാൻ മെലിഞ്ഞുണങ്ങി, സി നമ്മൾ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വളരെ കഷ്ടപ്പെടുന്നു. അപ്പോൾ ആൾക്കാർ കഷ്ടപ്പെടുന്ന എന്നെ കാണുമ്പോൾ അവർക്ക് എന്നോട് സിമ്പതി തോന്നും, ഒരു പാവം തോന്നും. അങ്ങനെയാണ് മലയാളികൾ അങ്ങനെയാണ്. അവർക്ക് കഷ്ടപ്പെടുന്ന ആൾക്കാർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ അന്നേരം സപ്പോർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ജീവിതം മാറിയപ്പോൾ ഞാൻ എൻ്റെ വാഹനങ്ങളാണെങ്കിലും മാറാൻ തുടങ്ങി, നമ്മുടെ ഫൈനാൻഷ്യലി നമ്മൾ ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പം എൻ്റെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ 99% ആൾക്കാരും അവർക്ക് സന്തോഷമാണ്. പക്ഷേ എങ്കിൽ 1% ആൾക്കാർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ, ഓക്കെ നമ്മളൊക്കെ ഇങ്ങനെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, ഇവൻ മാത്രം നന്നായി, ഇവൻ ഒരു പണിയെടുക്കാണ്ട് ഇവൻ വീഡിയോ ഇട്ടിട്ട് പൈസയാക്കി, ഇവൻ അത് വാങ്ങുന്നു ഇത് വാങ്ങുന്നു, അങ്ങനെ പറയുമ്പോൾ അവർ ഫ്രസ്ട്രേഷൻ പുറത്തു വരുന്നു. ഇപ്പോഴും പറഞ്ഞു 99% ആൾക്കാർ പോസിറ്റീവാണ്, 1% ആൾക്കാരെ അല്ല, നമ്മളിപ്പം കമന്റ്സ് കാണുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ മല്ലു ട്രാവലർ സംസാര രീതി അല്ലെങ്കിൽ അഹങ്കാരം വന്നു, ജാട വന്നു. ചിലപ്പോൾ ഇല്ലേ ഒരാൾക്കാർ സംസാര രീതിയിൽ വ്യത്യാസമായിരിക്കും. ഞാനൊരു നാടനാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അഭിനയിക്കാറില്ല. എനിക്ക് ആക്ട് ചെയ്യാറില്ല. കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്, അന്നും ഇന്നും എന്നേക്കാൾ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും കേരളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും. അവരുടെ വസ്ത്രമാണെങ്കിൽ അവർ ഇപ്പോഴും കീറിയ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര പാവത്താനായിട്ടൊക്കെ വീട്ടിൽ നിൽക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മളത് കീപ്പ് ചെയ്യണ്ടേ, നമ്മളതിന് അഭിനയിക്കേണ്ട ആവശ്യം. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഞാനത് 10,000 രൂപ ഉള്ള പോലെ തന്നെ നിൽക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് അവരുടെ മുമ്പിൽ ഞാൻ പാപ്പരാന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും. അല്ല, അത് മാത്രമല്ല ബ്രോ, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അല്ലേ. ഒരാൾക്കിപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അധ്വാനിച്ച് നമ്മുടെ പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം മേടിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പം അതിനെ നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ. പക്ഷേ ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഇല്ലേ, നെഗറ്റിവിറ്റിയാണ് ആൾക്കാരിലേക്ക് കൂടുതൽ റീച്ച് ആവുന്നത്. തീർച്ചയായിട്ടും. അപ്പം എന്തുകൊണ്ടായിരിക്കും ബ്രോ ഒരു അൽഗോരിതം ഞാൻ തന്നെ നോക്കാറ്, നമ്മൾ തന്നെ ചിലപ്പം നല്ല രീതിക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാ ഒരു മനുഷ്യരും കാണത്തില്ല. ശ്രദ്ധിച്ചോ, കേരളത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മൈക്ക് തൂക്കി പോകുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ, ഇവർ ഇവരുടെ ആൾക്കാരായിരിക്കും തിയേറ്ററിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്ന ആൾക്കാരും. എന്നുവെച്ചാൽ സമൂഹത്തിന്റെ ഒരു മെച്ചമില്ലാത്ത ആൾക്കാരാണ് ഇവരെ പ്രൊഫൈൽ ഇടുന്നത്. ഈ റെക്കോർഡ് ചെയ്യുന്നവൻ എഡിറ്റ് ചെയ്യുന്നവൻ അറിയാം ഇവരെ കൊണ്ട് ഒരു മെച്ചമില്ല. പക്ഷെ അവർക്ക് എന്താ വെച്ചാൽ ഈ കോമാളിത്തരം കാണാൻ ആൾക്കാരുണ്ട്. കാരണം ഒരു മൂവി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കോമാളിത്തരം ആൾക്കാർ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ജീവിതത്തിലും ഇതുപോലെ കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരെ ഇവർക്ക് ഇഷ്ടമാണ്. കാരണം ഇവർ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് തെറി പറയാനും കളിയാക്കാനും വേണ്ടി ഒരാളെ ഇട്ടുകൊടുക്കണം. അതിലൂടെ അവർ ഈ വ്യക്തികളെ കളിയാക്കും, തെറി പറയും, റീച്ച് വരും. അതാണ് എല്ലാവർക്കും വേണ്ടത്. പിന്നെ പണ്ടത്തെ തലമുറയും ഇപ്പോഴത്തെ തലമുറ തമ്മിൽ ഏറ്റവും വ്യത്യാസം എന്ന് വെച്ചാൽ, പഴയ തലമുറയിലെ ആൾക്കാർ ഒരാൾ പുതിയൊരു കാറ് വാങ്ങിയാലോ ഒരു ലോറി വാങ്ങിയാലോ അല്ലെങ്കിൽ പുതിയൊരു ബസ് വാങ്ങിയാലൊക്കെ ഇവരൊക്കെ പറയും, ഓൻ്റെ പൈസ അങ്ങനെ ഇങ്ങനെ ഒരു കണ്ണുകടി ഉണ്ട്. കണ്ണുകടി ഒരുപാടുണ്ട്, ഇല്ലാന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ 2K കിഡ്സ് ആണെങ്കിലും പുതിയ ജനറേഷൻ ആണെങ്കിലും ഇവരെന്താ വെച്ചാൽ ഒരു ലംബോർഗിനി വരുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് വരുന്നുണ്ടെങ്കിൽ ഇവർ കണ്ണുകടിയില്ല. ഇവർ അതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ, കണ്ണുകടിക്ക് വരും ഇൻസ്റ്റ ഐ ഡി ഉണ്ടോ നോക്കും, എന്നിട്ട് ആ പുള്ളിയെ ഫോളോ ചെയ്യും. കാരണം ഇവർ എന്താ വെച്ചാൽ ഈ പണ്ട് പൈസക്കാരെ കാണുമ്പോൾ കണ്ടിട്ട് പണ്ടത്തെ ആൾക്കാർക്ക് ഇപ്പം വെച്ചാൽ പൈസക്കാരെ കാണുമ്പോൾ കുട്ടികൾക്ക് അതുപോലെ ആവണമെന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഒരുപാട് ഹാർഡ് വർക്ക് അവർ അതിനോട് ചെയ്യുന്നുണ്ട്. പുതിയ തലമുറ ഒന്നും അങ്ങനെ നെഗറ്റീവ് പറയാനുള്ള ചാൻസ് ഇല്ല. അല്ല, നമ്മൾ ഈ നെഗറ്റിവിറ്റി പറയാൻ കാരണം ഇപ്പം ബ്രോ നമ്മൾ തന്നെ ഇപ്പം ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു വൈറലാവുന്ന വീഡിയോയുടെ റീലിൻ്റെ പിന്നിൽ ഒന്നെങ്കിൽ അതിലെന്തെങ്കിലും കൂടുതൽ നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയൻ ഡിഫറെൻറ്റാണ്. എന്താ അറിയോ, ഈ പോസിറ്റീവ് ചെയ്യുന്ന നല്ലത് ചെയ്യുന്ന ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യുമോ. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ എത്ര പേര് അത് സ്റ്റോറി ഇട്ടിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അതൊരു നെഗറ്റീവ് ഇട്ട് നോക്ക്, ഫുൾ ആൾക്കാർ നമ്മൾ അറിയാതെ തന്നെ ആൾക്കാരിലേക്ക് അത് ഷെയർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ചെയ്യില്ല. ഞാൻ എൻ്റെ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും ഇപ്പം ഞാൻ നല്ല ഇംഗ്ലീഷ് ക്യാപ്ഷൻസ് നല്ല മാന്യമായിട്ട് ഇടുന്നു, എനിക്ക് വ്യൂവേഴ്സ് കുറവാണ്. നേരെ മറിച്ച് ഞാൻ ഭയങ്കര നെഗറ്റീവ് ഇട്ട ആൾക്കാർ കാണും. ഇപ്പം അതൊക്കെയാണ് ആൾക്കാർക്ക് നെഗറ്റീവ്, അതുപോലെ ഒരു അഡൽട്ട് റിലേറ്റഡ് കണ്ടൻസ് ഒക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ടത്. ഇപ്പം പ്ലാറ്റ്ഫോമൊക്കെ മാറി, പണ്ടത്തെ പോലൊന്നുമില്ല. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഓടണം, നമുക്ക് ഓടാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡ് നോക്കണ്ട, നമ്മുടെ നിലവിലും നോക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് നെഗറ്റീവ് ഇട്ട് നമുക്ക് അഡൽട്ട് കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഡബിൾ മീനിങ് ഒക്കെ അടിച്ച് നമുക്ക് കയ്യിലെടുക്കാം ആൾക്കാരെ. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളതും സോഷ്യൽ മീഡിയയിൽ. പക്ഷെ നമുക്കതിന് ആവശ്യമില്ല, നമ്മുടെ മക്കളും വളർന്നു വരുന്നതല്ലേ. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ഉള്ള ഫസ്റ്റ് കുറച്ച് സെക്കൻഡ് ഹുക്ക് ഉണ്ടെങ്കിൽ റീച്ച് ആവുകയുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പല ആൾക്കാരും പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെയെങ്കിലും ചെയ്യൂ, നിങ്ങൾ എന്താ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ട്രെൻഡിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഉടനെ കേരളത്തിൽ വരും. അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാവും.
വൈഫ് മാത്രം ഫ്രെയിമിലുണ്ടാവും. ആ വൈഫ് ഡ്രസ്സ് മാറുന്നു, വൈഫ് കുക്ക് ചെയ്യുന്നു, ചെറിയ വീട്, ഒരു ബെഡ്റൂം റൂമായിരിക്കും. ആ റൂമിൻ്റെ അകത്ത് ആ ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം 2-3 വീഡിയോസ്. കാരണം അവരുടെ ഡ്രസ്സ് ഒന്നെങ്കിൽ ഹാഫ് ആയിരിക്കും. അപ്പം ഇതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ട്രെൻഡ് വരുന്നത്. അപ്പം ഒരുപാട് പ്ലാറ്റ്ഫോംസ് അങ്ങനെയുണ്ട്. ഭാര്യമാരെ ഫോക്കസ് ചെയ്തിട്ട് ഭർത്താവ് ഇങ്ങനെ ഭാര്യയോട് വേഗം സംസാരിക്കുന്നു, ഭാര്യയെ കാണിച്ച് ആ ഭാര്യയുടെ ആക്ടിവിറ്റി മാത്രം ഫോക്കസ് ചെയ്യും. എനിക്കൊന്ന് കേരളത്തിലും വരാതിരിക്കാനും വഴിയില്ല, ഇപ്പോൾ വരും. ഓക്കെ, ഇനി നമുക്ക് ട്രാവലിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഇടയ്ക്ക് ഒന്ന് വീഡിയോസ് ഇടൽ കുറവായിരുന്നു, ഡൗൺ ആയിരുന്നു. ഇപ്പം നമ്മൾ പറയാൻ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ വന്നു. സോ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നപ്പോൾ എങ്ങനെയാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് മുന്നോട്ടോട്ട് പോകാൻ കിട്ടിയ ഒരു പ്രചോദനം എന്താണ്? ഫാമിലി ഓഫ് കോഴ്സ് എനിക്കറിയാം, ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. ഞാനും അങ്ങനെ, ഞങ്ങളൊക്കെ സെൽഫ് മോട്ടിവേറ്റഡ് ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് 0 എന്നാണ്. ഇപ്പോൾ ഈ ദുബൈയിൽ തന്നെ 2000 ദിർഹംസ് മാസം നമ്മളിതിന് വർക്ക് ചെയ്ത് ഞാൻ. അപ്പോൾ ആ ലെവലിലേക്ക് തിരിച്ച് പോകുമ്പോൾ മാത്രമേ ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ആ ലെവലിലേക്ക് തിരിച്ച് പോയിട്ടില്ല, പോകാനും ചാൻസ് ഇല്ല. അതിനുള്ളതൊക്കെ നമ്മൾ ഫ്യൂച്ചറിലേക്കൊക്കെ നമ്മൾ സേഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ആൾക്കാരെന്നോ ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്, നമ്മൾ നാട്ടുകാരെ നോക്കിയിട്ട് ജീവിച്ചൊരു കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മൾ വീട്ടുകാർ നോക്കുക, നമ്മൾ നോക്കുക, അത്രേ ഉള്ളൂ. ഈ പറയുന്ന ആൾക്കാർ നല്ലതും പറയും മോശവും പറയും, ഇവരൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ കഞ്ഞൂടി നടക്കുന്നുണ്ടോ, നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ പ്രയോറിറ്റി. പിന്നെ പ്രശ്നങ്ങൾ വരുമ്പം വലിയൊരു കൊടുങ്കാറ്റടിക്കുമ്പോൾ നമ്മൾ വലിയൊരു ആൽമരമായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം എഫക്റ്റ് ആവും. നമ്മളിങ്ങനെ താണിട്ട് ചെറിയൊരു പുൽക്കൊടിയായിട്ട് ഇങ്ങനെ നിൽക്കുക, അപ്പോൾ എന്താ വലിയ എഫക്റ്റ് ആവില്ല. 1 ഇയർ ഒതുങ്ങി. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. 1 ഇയർ ഞാൻ US പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്, യൂറോപ്പ് പോയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരുപാട് കൺട്രീസ് ഞാൻ ഈ ഡ്യൂറിങ് 1 ഇയർ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ ആക്റ്റീവ് യൂട്യൂബ് ചെയ്യാറില്ല, യൂട്യൂബ് എടുക്കാറില്ല. യൂട്യൂബ് ഇപ്പം ഈ വേൾഡ് റൈഡിന്റെ സമയത്താണ് യൂട്യൂബ് ആക്റ്റീവ് ആകുന്നത്. അതും ആ ട്രിപ്പ് വീഡിയോസ് മാത്രമേ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ, വേറെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നില്ല. അത് മാത്രമേ പോസ്റ്റ് ചെയ്യുന്നു. കാരണം ഇപ്പം നമ്മുടെ റവന്യൂസിന്റെ ഒരു 20% പോലും നമുക്ക് യൂട്യൂബ് അല്ല. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്, ആൻസർ പറഞ്ഞതിന് മുന്നേ. ശരിക്കും പറഞ്ഞല്ലേ, ഈ ഇപ്പോഴത്തെ ഒരു ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, അതായത് യൂട്യൂബിന്റെ റവന്യൂ നമുക്കറിയാം. പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇപ്പോഴത്തെ റവന്യൂ കമ്പയർ ചെയ്യുമ്പോൾ പഴയതിൻ്റെ അത്രയും പോലും റവന്യൂ കിട്ടുന്നില്ല. പക്ഷേ ബ്രോയ്ക്ക് ഇപ്പം ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്ന മല്ലു ട്രാവലർ എന്ന് പറയുന്ന ആൾ ഇടയ്ക്ക് വ്ളോഗ് ചെയ്യാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വീണ്ടും അതിന് വേണ്ടിയിട്ട് വന്നാണെന്ന് ചിന്ത ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും. പക്ഷേ എനിക്കറിയാം നിങ്ങൾ ശരിക്കും ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും മല്ലു ട്രാവലറിൻ്റെ ഒരു ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ആണോ, ദുബായിലാണോ എന്നൊക്കെ ഒരു എക്സ്ക്ലൂസീവ് അല്ല. ഞാനിപ്പോൾ ഞങ്ങൾ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് ഞാൻ പറഞ്ഞത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, പണ്ട് മുതൽ എൻ്റെ ഫോളോവേഴ്സ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കണ്ടന്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയും കണ്ടന്റ് റീച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇടാറില്ല. ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് കാണുന്നത്, ഇപ്പോൾ ഈ ട്രിപ്പ് ഇതൊരു അമേസിംഗ് ട്രിപ്പാണ്. ഐ തിങ്ക് ഇന്ത്യയിൽ ആരും അങ്ങനെ ഇത്ര കൺട്രീസ് കവർ ചെയ്തിട്ടില്ല. സോ അത്രയും ഇൻട്രസ്റ്റിംഗ് കൺട്രീസാണ് ഞാൻ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. അത്രയും അമേസിംഗ് ട്രിപ്പാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കമൻസുകൾ നോക്കുമ്പോഴത്തേക്ക് കുറേ കമൻസ്, കുറേ നാളിന് ശേഷം ഞങ്ങൾക്ക് പഴയ മല്ലുവിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസ് ആണ്. പക്ഷേ ആൾക്കാർ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നത് മല്ലു ട്രാവലർ എന്ന് പറഞ്ഞൊരു ബൈക്ക് റൈഡിന് ഒരു ട്രാവലർ, ഒരു പക്ഷേ ഇങ്ങനെ കാണാനായിരിക്കും മല്ലു ട്രാവലറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഓഡിയൻസ് വെയിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അതിലേക്ക് വരാം. അപ്പം 2 വർഷം കൊണ്ട് 100 രാജ്യങ്ങൾ, ഇപ്പം എത്രാമത്തെ രാജ്യത്തിൽ എത്തി നിൽക്കുന്നു? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇല്ല, ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. ആക്ച്വലി ഞാൻ മിഡിൽ ഈസ്റ്റിനാണ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാറ്. എൻ്റെ ഭയങ്കര ലക്കിയാണ് ഈ ഒരു മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞത്. ഇവിടുത്തെ പ്രവാസികൾ എൻ്റെ ഏറ്റവും എനർജി. നമ്മുടെ ദുബായ്, അതെ, ദുബായ് ആണ് മിഡിൽ ഈസ്റ്റാണ് ഏറ്റവും കൂടുതൽ. 2 കാരണങ്ങൾ. ഒന്ന്, എനിക്ക് ഏറ്റവും കൂടുതൽ ട്രിപ്പിനുള്ള ഫണ്ടിങ് വരുന്നത് ഇവിടുന്ന്, സ്പോൺസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ വേറെ ഒരു കൺട്രിക്കോ കപ്പാസിറ്റി ഇല്ല. ട്രസ്റ്റ് മീ, UAE നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ 10-1 പോലെ നമുക്കിപ്പോൾ ഞാൻ ഒമാനിൽ പോയപ്പോൾ അവിടെ ഞാൻ മാർക്കറ്റിംഗ് ട്രൈ ചെയ്തപ്പം അവിടെ മലയാളികൾ ഇൻഫ്ലുവൻസറൊക്കെ വാങ്ങുന്നത് 50 റിയാലൊക്കെ അവർ വാങ്ങുന്നത്. ഓൾമോസ്റ്റ് 500 ദിർഹംസൊക്കെയാണ് അവർ ഒരു വീഡിയോന് വാങ്ങുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 5000 ദിർഹംസിൻ്റെ ഒക്കെ മിനിമം വെച്ച് കിട്ടുന്നുണ്ട്. അപ്പം വണ്ടി ഇവിടെ വന്നു, സർവീസ് ചെയ്തു, ക്ലീൻ ആക്കി. 5000 എന്നൊക്കെ മീൻ വെച്ചാൽ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ, 5000 ഇൻറ്റു എത്രയാ കിട്ടുന്നൊക്കെ. അത് കാൽക്കുലേറ്റ് ചെയ്തോട്ടെ. കഴിഞ്ഞ വേൾഡ് റൈഡിന് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 82 ലാഖിൻ്റെ ഇൻകം ഉണ്ട് ഫോർച്യൂണറിന്. അതെ, എനിക്കൊരു 60. എനിക്ക് തോന്നുന്നില്ല ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഇൻകം ഒക്കെ പറയുന്നത് 60 ലാഖിൻ്റെ അടുത്താണ് നമുക്ക് അതിന്റെ എക്സ്പെൻസ് വന്നത്. കാരണം അത് ഒന്നുപോലെ നമുക്ക് നാട്ടിൽ നിന്ന് വന്നതല്ല, എല്ലാം നമുക്ക് ഇവിടുന്ന് വന്നു. നമ്മളത് ട്രിപ്പിന് നമുക്ക് ഓരോ കമ്പനികൾ നമുക്ക് സ്പോൺസർഷിപ്പ് വരുന്നതാണ്. അപ്പം ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് അതിന് ബഡ്ജറ്റ് വേണം. തീർച്ചയായിട്ടും, അതാണ് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ആക്ച്വലി ഇപ്പം 2 വർഷം കൂടെ 100 രാജ്യങ്ങൾ എന്ന് പറയുന്നു, ഇതിനകത്തൊരു വലിയൊരു ഇൻകം വേണ്ടേ? അല്ല, ഞാൻ ഷോർട്ട് ചെയ്തു. ഇപ്പം എൻ്റെ വണ്ടിയാണെങ്കിലും ഞാൻ ഇത്തവണ എല്ലാം ചെയ്ത് ഭയങ്കര ഡിഫറെൻറ്റ് വേയിലാണ്. ഞാനാണ് ഈ കാർനെറ്റ് എന്താണെന്ന് ഫസ്റ്റ് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, IDP എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഇന്ത്യയിലെ കാർനെറ്റ് ചേഞ്ച് ആയി. അവരൊരു വണ്ടി പുറത്ത് കൊണ്ടുപോകാൻ 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റും
അറ്റ്ലീസ്റ്റ് ഒരു 2 lakh ഡെപ്പോസിറ്റ് ഒക്കെ അവർ വാങ്ങാൻ തുടങ്ങി. അപ്പം 1.5 ലക്ഷം രൂപ സർവീസ് സർട്ടിഫിക്കറ്റ് അവർ ഭയങ്കര ഹെവി ആയിട്ട് വാങ്ങുന്നുണ്ട്. 1 year മാത്രമേ കിട്ടുന്നില്ല ആ ഡോക്യുമെൻറ്റ്സിൻ്റെ വാലിഡിറ്റി വരുന്നത്. എൻ്റെ വണ്ടി ആക്ച്വലി ഇന്ത്യൻ കാർനെറ്റ് കൊണ്ടല്ല ഇപ്പം വന്നത്. ഞാൻ വേറെ ഡോക്യുമെൻറ്റ് കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ നിന്ന് ഒരു വെഹിക്കിൾ, ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ഇന്ത്യൻ പ്ലേറ്റ് വെഹിക്കിൾ ഞാൻ ഈ പറഞ്ഞ പുറത്തൊരു ഡോക്യുമെൻ്റ് കൊണ്ട് ഇന്ത്യക്ക് പുറത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ എനിക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എനിക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് എല്ലാ പേപ്പറും തീർന്നിട്ട്, പിന്നെ എനിക്കത് വാലിഡിറ്റി ഇല്ല, 1 year 2 year വാലിഡിറ്റി ഇല്ല. എനിക്ക് 1 year കഴിയുമ്പോൾ 2 year കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക് റിന്യൂ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ റെഡ്യൂസ് ചെയ്തു. ഇവിടെ UAE ഒരു വണ്ടി കൊണ്ടുവരും 1400 dirhams ഇൻഷുറൻസ് കൊടുക്കണം. ഞാൻ കൊടുത്തത് 600 dirhams ഇൻഷുറൻസ് എനിക്ക് കിട്ടി. അപ്പം എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് പോയ ആ ട്രിപ്പിൻ്റെ 10-1 ക്വസ്റ്റൻ എനിക്ക് ഈ ട്രിപ്പ് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പോകുന്ന കൺട്രീസ് ആണെങ്കിൽ ഒരുപാട് കോൺടാക്ട്സ് കീപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. ഓൺ ദി വേ ബൈക്കേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും അറിയാം. അപ്പം എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഒരു 30-40 ലക്ഷം രൂപ ചിലവ് പ്രതീക്ഷിക്കും. അതായത് ഈ 100 രാജ്യങ്ങളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 40 ലക്ഷം 30 ലക്ഷം 40 ലക്ഷം അതിലൊരു 50% കൺഫേംഡ് സ്പോൺസേഴ്സ് ആണ്. സ്പോൺസേഴ്സ് അതിപ്പോഴേ കൺഫേംഡ് ആണ്. ഓക്കെ, ഗുഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ രാജ്യത്തും ഉണ്ട് കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. എനിക്ക് US-ലാണെങ്കിൽ UK-ൽ എനിക്കൊരു UK-ലാണെങ്കിൽ US-ലൊക്കെ നമുക്ക് സ്പോൺസേഴ്സിന് എൻക്വയറി ഉണ്ട്. സ്പോൺസേഴ്സ് ഉണ്ടാവും. എന്തായാലും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഈ പറഞ്ഞ നമ്മളെ സ്പോൺസേഴ്സ് എന്ന് വെച്ചാൽ അവർ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മുടെ ഫോളോവേഴ്സിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പലർക്കും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് സ്പോൺസർ. ഓക്കെ, ഇപ്പൊ ഈ 2 വർഷം കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനായിട്ടാണ്? അല്ല, ഒരിക്കലല്ല. കാരണം അതൊരു നല്ല ചോദ്യം. ഇപ്പം നാട്ടിലിപ്പം ട്രെൻഡിങ് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 വർഷം 2 വർഷമൊക്കെ കറങ്ങുന്നതാണ് ഇപ്പോൾ ട്രെൻഡിങ്. അപ്പം എൻ്റെ കമന്റ് ബോക്സിൽ പലരും പറയും, ഇന്ന ആൾ 2 വർഷമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ അവന് കറങ്ങി കിടക്കുന്നുണ്ട് നിങ്ങളിങ്ങനെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് അവരൊക്കെ റെസ്പോൺസിബിലിറ്റി നോക്കണം. അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ 1 കൊല്ലം കറങ്ങി വരാൻ പറ്റില്ല. ഭാര്യയും മക്കൾ ഇല്ലാത്ത ഒരുത്തിനാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു പോയില്ല. ഞാൻ മൊത്തം കറങ്ങിയിട്ട് തിരിച്ചു വരും. 2-3 വർഷം 5 വർഷം എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഒരു 2 months റൈഡ് ചെയ്യുക, 1 month ബ്രേക്ക് എടുക്കുക. ഇതാണ് ഇപ്പം നോക്കുന്നത്. ഓക്കെ, ഇപ്പം ഇനിയിപ്പം നമ്മുടെ ദുബായിലെത്തി ഇപ്പം ഇവിടുന്ന് നെക്സ്റ്റ് എങ്ങോട്ടേക്കാണ്? ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നത് സൗദിയാണ് നെക്സ്റ്റ് പോണ്. സൗദി പോയിട്ട് അവിടുന്ന് കുവൈറ്റ് പോകണം. കുവൈറ്റിൽ നിന്ന് സൗദിയും മല്ലു ട്രാവലറും തമ്മിൽ എന്തായിരുന്നു ശരിക്കും പ്രശ്നം? സൗദിയും മല്ലു ട്രാവലറും തമ്മിൽ ഒരു കുഴപ്പമില്ല. കാരണം കമന്റ്സിൽ നമ്മൾ കാണുന്നുണ്ട് സൗദിയുടെ എന്തോ പ്രശ്നം, ടൂറിസത്തിന്റെ എന്തോ പറഞ്ഞിട്ട് കമന്റുകൾ. അല്ലല്ല, ഞാൻ 2011 കാലഘട്ടത്തിൽ സൗദിയിലുണ്ടായിരുന്നു. അപ്പം അറിയാലോ, ഞാൻ 8 മാസം 9 മാസം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയ ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാനതിൻ്റെ എക്സ്പീരിയൻസ് 2017 വീഡിയോ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനൊരു 10 yearsന് ശേഷം 2023 ഞങ്ങൾ സൗദിയിൽ, 2022 ഞങ്ങൾ സൗദിയിൽ പോയത്. പക്ഷേ എങ്കിൽ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ്, അപ്പോൾ വളരെയധികം മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു. പക്ഷെ ആൾക്കാർക്ക് ഇപ്പോഴും ഞാൻ 10 കൊല്ലം മുമ്പത്തെ എക്സ്പീരിയൻസ് പറഞ്ഞു ഇതാണ് നല്ലത് പറഞ്ഞ് ഇവരൊരിക്കലും കേൾക്കില്ല. പിന്നെ ഇവർ എന്നെ കുറ്റം പറയുന്നു. പക്ഷേ രസം എന്ന് വെച്ചാൽ സൗദി ടൂറിസത്തിൻ്റെ സപ്പോർട്ടോട് കൂടി നമ്മുടെ കൺട്രി പോണത്. അവിടുത്തെ ഗവൺമെന്റ് നമ്മൾ വെൽക്കം ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. സൗദി ടൂറിസം എന്ന് പറയുമ്പോഴത്തേക്ക് സൗദി ടൂറിസം ഒരുപാട് ചേഞ്ച് ആയില്ലേ? ഇപ്പം നേരത്തെ തന്നെ ഒരുപാട് ഞാൻ എപ്പോഴും പറയും ഒരു 5 വർഷം മാക്സിമം 5 വർഷത്തിനുള്ളിൽ മിഡിൽ ഈസ്റ്റിലെ ടോപ്പ് ഹബ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സൗദി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൗദിയിൽ നിന്ന് കുവൈറ്റ് പോകണം. കുവൈറ്റിൽ നിന്ന് ഇറാഖിലേക്ക് പോകണം. കാരണം ഇറാൻ എനിക്ക് കുറച്ച് ഇഷ്യൂസ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വിസയുടെ ഇഷ്യൂ വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഡോക്യുമെന്റ്സ് വാലിഡേറ്റിന് ഇഷ്യൂ വരുന്നുണ്ട്. ഇറാനിൽ തുർക്കിയിലേക്കാണ് പോകേണ്ടത്. തുർക്കി പോയിട്ട് അവിടുന്ന് ജോർജിയ പോകും, പിന്നെ അർമേനിയ പോകും, അർമേനിയ അഗൈൻ ബാക്ക് ടു ജോർജിയ പോകും, അവിടുന്ന് റഷ്യ പോകും, റഷ്യ പോയിട്ട് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാനൊക്കെ. തുർക്ക്മെനിസ്ഥാന് വിസ കുറച്ച് ഇഷ്യൂ ആണ്, കിട്ടില്ല. ഇത് കവർ ചെയ്തിട്ട് ബാക്ക് ടു റഷ്യ നേരെ ലാത്വിയ, ലിത്വാനിയ വഴി യൂറോപ്പിൽ എൻട്രി ചെയ്യും. അപ്പോൾ യൂറോപ്പ് ഒരു 2.5 months യൂറോപ്പ് എല്ലാം അപ്പ് ആൻഡ് ഡൗൺ എവറി. ഒരു ടൈമിൽ യൂറോപ്പിൽ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലേ? പിന്നെ ഇത് ഞാൻ പിന്നെ കാർ എടുത്ത് പോയിരുന്നു. ഈ ട്രിപ്പിൽ യൂറോപ്പ് മാക്സിമം ഞാൻ എക്സ്പ്ലോർ ചെയ്തു. എല്ലാ കോർണറും എല്ലാ കോർണറും എക്സ്പ്ലോർ ചെയ്തിട്ട് യൂറോപ്പിൽ നിന്നാണ് സെക്കൻഡ് ബ്രേക്ക് എടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് ബ്രേക്ക് എടുത്ത് വന്ന് പിന്നെ UK എൻ്റർ ചെയ്യണം. UK 1 month UK ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. വിന്ററിന് മുമ്പേ ആയിട്ട് വണ്ടി ടൊറന്റോയിലേക്ക് ഇറക്കണം. അതാണ് പ്ലാൻ. അവിടെ ഫുള്ള് പ്ലാൻ വെച്ചത് പ്ലാൻ ഇല്ലാതെ പരിപാടി നടക്കുമല്ലേ? പ്ലാനിങ് ചെയ്യരുത്. ഞാനിപ്പോൾ പറയുന്നത് ഞാൻ എവിടെ എഴുതി വെച്ചിട്ട് പഠിച്ചൊന്നുമില്ല. എനിക്ക് മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ട് പോകണം. പ്ലാനിങ് ചെയ്യരുത്. ഈ ട്രിപ്പ് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഡ്രീം ട്രൈഡാണ്. പക്ഷെ ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് പ്ലാനിങ് ഒന്നുമില്ല. പക്ഷേ പ്ലാനിങ് ഇല്ലാന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വർഷം കൂടി 100 രാജ്യം എന്നുള്ളൊരു ഐഡിയ എപ്പോഴാണ് വന്നത്? കാരണം എപ്പോഴാലും നമുക്കൊരു സാധനം ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ബോർഡിൽ എഴുതി വെച്ചിട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ നമുക്ക് ഒരുപാട് ടൈമിംഗ് അവൈലബിൾ ഉണ്ട്. എല്ലാവരും പോലെ നമുക്ക് രാവിലെ ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. അപ്പം നമുക്കത് എപ്പം വേണം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അതാണ് രാവിലെ ഓഫീസിൽ പോകണ്ട അല്ല ഇപ്പം ഈ വ്ളോഗിങ്ങിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലിയാണല്ലോ. അതിപ്പം എന്ത് ജോലിയാണെങ്കിലും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പം അതൊരു ബിസിനസ്സായിട്ട് എടുക്കുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം വ്ളോഗിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് വ്ളോഗിങ്ങിൽ ഇറങ്ങിയ പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്രത്യേകിച്ച് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ദുബായിലൊക്കെ ബ്രോ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ സ്പോൺസർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ട്രാവലായിട്ടാണെങ്കിലും ഒക്കെ. അപ്പോൾ ആൾക്കാർ ഇതിനെ നല്ലൊരു ഇൻകം ആക്കിയിട്ടും ബിസിനസ് ആക്കിയിട്ട് ഫുൾ ടൈം, കാരണം ഇതും ഒരു ജോബാണ് ശരിക്കും ജോബാണ്. ഈ കാരണം ആൾക്കാരുടെ ഒരു വിചാരം ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ മരുന്ന്, അതല്ല. ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യണം, സ്ക്രിപ്റ്റ് എഴുതണം, സത്യം സത്യം കണ്ടന്റ് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, അത് അതെ അതെ അപ്ലോഡ് ചെയ്യണം, അത് റീച്ച് ആക്കണം. ഇവിടെ ഇപ്പോൾ ഒരു ലോ ലെവൽ ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആണെങ്കിലും അത്രയും ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷേ എങ്കിൽ ആൾക്കാർ കാണുന്നത് ഇതൊന്നും അവർ കാണില്ല. ഇപ്പം ഞാനാണെങ്കിലും ഞാൻ രാവിലെ 6 മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. ഫുള്ള് കണ്ടന്റ് ഷൂട്ട് ചെയ്യണം, എനിക്ക് ഇത്രയും ഹാർഡ് ടെറൈൻസ് ഫേസ് ചെയ്യണം. എന്നിട്ട് വൈകുന്നേരം റൂമിലെത്തണം, അതെല്ലാം എല്ലാ ലഗേജൊക്കെ എടുത്ത് പുറത്തിട്ട് ചെക്ക് ഇൻ ചെയ്ത് ലാപ്ടോപ്പ് എടുത്ത് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അപ്ലോഡിങ് ഇടണം, എന്നിട്ട് കിടന്നുറങ്ങണ്ടേ. അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് ഒരു ദിവസം. അല്ല തീർച്ചയായിട്ടും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം നമ്മളിത് ചിന്തിച്ചുണ്ടാക്കണം ഏത് കണ്ടന്റ് ആണ്. കാരണം പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ വളരെ കൂടുതലല്ലേ. അതെ. അപ്പം അതിനനുസരിച്ചുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ഇത് ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പിന്നെ പറഞ്ഞ പോലെ മറ്റേ ഹുക്ക് ഇത് റീച്ച് കയറണമല്ലോ. അപ്പൊ അതിന് വലിയൊരു ജോലി, അതൊരു വലിയൊരു ജോലി തന്നെയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ റീച്ച് അങ്ങനെ എക്സ്പെക്ട് ആ ചെയ്തില്ല. ഈ ചെയ്യണം. പറഞ്ഞ എനിക്ക് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന കണ്ടന്റ്സ് വെച്ചാൽ ഫ്യൂച്ചറിലേക്കുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഞാൻ നോക്കി. ഇപ്പൊ ഇറാഖൊന്നും അങ്ങനെ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു കൺട്രിയാണ്. ഇറാഖ് കയറണമെന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഏത് ട്രിപ്പ് ചെയ്യുമ്പോഴും ആ ട്രിപ്പിൽ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർക്ക് അത് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയാണ്. ഓക്കെ ഫൈൻ. ഇപ്പം നമ്മൾ ഇപ്പം 100 കൺട്രീസ് പറയും, 100 രാജ്യങ്ങൾ പോകുമ്പം ഏത് രാജ്യത്താണ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുന്നത്? ആക്ച്വലി ഇറാഖാണ്. ഇറാഖാണ്. അതെ, കാരണം അവിടെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 50 കിലോമീറ്ററോളം ചെക്ക് പോയിന്റ്സ് ഉണ്ട്. പെട്രോൾ നമുക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, ക്യാനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുവരെയായിട്ട് ഇറാഖ് അങ്ങനെ എക്സ്പ്ലോർ ആരും ചെയ്തിട്ടില്ല. അപ്പം ഇറാഖായിരിക്കും ഒരുപക്ഷെ ഏറ്റവും എക്സൈറ്റഡ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കൺട്രി എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ഞാൻ ഒരുപാട് പോകാൻ ആഗ്രഹിക്കുന്ന കൺട്രിയാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ മേ ബി ഞാൻ ഒരു വണ്ടി കൂടി പുറത്തെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ആഫ്രിക്ക എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എനിക്ക് ഗോൾഡ് വിങ് പോസിബിൾ അല്ല. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഞാനൊരു ബ്രാൻഡിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അതും കൂടി ഇറക്കിയിട്ട് നേരെ അവിടെ ഷിപ്പ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പൊ നമുക്ക് ഗോൾഡ് വിങ്ങിലല്ല ഫുള്ള് പോവാ, ഗോൾഡ് വിങ്ങിലാണ് മാക്സിമം പോവാം. ആ പക്ഷേ ചില കൺട്രീസ്, ഇപ്പോൾ ആഫ്രിക്ക പോലത്തെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇന്നർ ഏരിയാസിൽ പോകുമ്പോൾ നമുക്ക് ഗോൾഡ് വിങ് പോസിബിൾ അല്ല. ഓ കറക്റ്റ് കറക്റ്റ് ശരി അപ്പോൾ ശരി. അങ്ങനെ ഞാൻ ആ ഒരു ആഫ്രിക്കൻ കോണ്ടിനെന്റ് മാത്രം ഞാനൊരു അഡ്വഞ്ചർ ADV ഞാൻ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഉം, നോക്കിയിട്ട്. നോക്കി. ഓസ്ട്രേലിയ ആണെങ്കിൽ ഈ പറഞ്ഞ ഓസ്ട്രേലിയ എന്ന വേൾഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റോഡൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ കംപ്ലീറ്റ് ഓഫ് റോഡ്സും. എന്നാലും ഗോൾഡ് വിങ് US കാനഡയും യൂറോപ്പും കവർ ചെയ്യാൻ ബെസ്റ്റ് മെഷീനാണ്. പക്ഷേങ്കിൽ ഓഫ് റോഡ്സിലേക്ക് വരുമ്പോൾ പ്രശ്നമാണ്. പ്രശ്നമാണ്. ഇപ്പം എക്സൈറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഇറാഖ് പറഞ്ഞു, അതെ. ഓസ്ട്രേലിയ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം ചിലപ്പോൾ നമുക്ക് ഓരോ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ഡേഞ്ചർ അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ട് പോകേണ്ട രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഓക്കെ ഇതൊരു ഇന്ന രാജ്യത്ത് പോകണമെങ്കിൽ എനിക്കിത് ഞാനൊരു വലിയൊരു ചലഞ്ചാണ് എടുക്കുന്നത്, അങ്ങനെ ഏതെങ്കിലും ഒരു കൺട്രി ഇല്ല, ഉണ്ടോ? ഞാൻ ഇതൊരു ജീവൻ മരണ പോരാട്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാനങ്ങനെ അൺവാണ്ടഡ് ആയിട്ട് റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ലോകം കറങ്ങണം, കാഴ്ചകൾ കാണണം, അതാണ് എൻ്റെ ഉദ്ദേശം. അതല്ലാതെ ഞാൻ വെറുതെ ആളെ കാണിക്കാൻ വേണ്ടി അൺവാണ്ടഡ് ആയിട്ട് റിസ്ക് എടുത്ത് അതല്ല, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അല്ല ഇപ്പൊ റോഡിന്റെ നമുക്ക് അറിയില്ലല്ലോ ഓരോ രാജ്യത്തിൽ. ഇപ്പൊ നമ്മൾ ബ്രോഡ് കഴിഞ്ഞ ദിവസം നേപ്പാളിൽ ഒരു റോഡിൽ പോകുന്നതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഓരോ രാജ്യത്ത് നമുക്ക് എങ്ങനെയാ പോകേണ്ടതെന്നുള്ള, കാരണം ഇത് പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണല്ലോ. അതെ. അപ്പൊ അതിലൊരു എന്തെങ്കിലും ഒരു എക്സൈറ്റഡ് ആണോ അല്ലെങ്കിൽ അല്ല, എന്തെങ്കിലും? ഏത് ടെറൈൻ ആണെങ്കിലും, ഹൈവേ ആണെങ്കിലും, സ്നോ ആണെങ്കിലും, വാട്ടർ ആണെങ്കിലും, ഏത് ടെറൈൻ ആണെങ്കിലും അത് കവർ ചെയ്യും, എന്തായാലും കവർ ചെയ്യും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ വ്യൂവേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു അല്ല അത് സീൻ പറഞ്ഞു. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് പോകുന്നില്ല എന്നുള്ളൂ. പക്ഷേ ഏത് ടെറൈൻ ആണെങ്കിലും, ഏത് കൺട്രി, ഏത് ടെറൈൻ ആണെങ്കിലും എന്തായാലും കവർ ചെയ്യും, അത് കൺഫേം. ഇപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞ ഈ ട്രിപ്പിൽ എനിക്ക് വന്ന് ഫസ്റ്റ് തന്നെ എനിക്ക് നല്ല ഡോസാണ് നേപ്പാളിൽ നിന്ന് കിട്ടിയത്. ആ ഒരു 100 കിലോമീറ്റർ കവർ ചെയ്യാൻ 160 to 70 കിലോമീറ്റർ കവർ ചെയ്യാൻ 4 മണിക്കൂർ മേലെടുത്തു. എൻ്റെ വണ്ടി ഇവിടെ വന്നു, സസ്പെൻഷൻ ഓയിലും സസ്പെൻഷനും മൊത്തം ചേഞ്ച് ചെയ്തു കംപ്ലീറ്റ്. എനിക്ക് ഓൾമോസ്റ്റ് 4500 ദിർഹംസിന്റെ പണി എടുപ്പിച്ചു ആ നേപ്പാൾ റൈഡ് അല്ല കഴിഞ്ഞു. നേപ്പാളിലെ റോഡ് എനിക്കറിയാം, കാരണം ഞാൻ നേപ്പാളിൽ ബഞ്ചി ജമ്പിങ് പോകാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഒരു മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 3-4 മണിക്കൂർ എടുത്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട് ബഞ്ചി ജമ്പിങ് ചെയ്യാം. അപ്പം എനിക്ക് അവിടുത്തെ റോഡ് മനസ്സിലാവും. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക്, ബൈക്കിൽ പോകുമ്പോഴത്തേക്ക് ഡിഫറെൻ്റ് ആണല്ലോ. അതെ.
ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ എന്തായാലും എനിക്ക് എഗെയിൻ പറയണം താങ്ക് യു സോ മച്ച്. കാരണം ഈ പ്ലാനിൻ്റെ ഇടയിലും ഈ തിരക്കിനിടയിലും ഒക്കെ നമുക്ക് കുറച്ച് സമയം ഞാൻ വിളിച്ചപ്പോൾ തന്നെ തന്നു. ഞാൻ വിളിച്ചപ്പോൾ എന്നല്ല, ഞാൻ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് എപ്പോഴാ ദുബായിലുള്ള സമയത്ത് വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് കേസിൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്കതൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ കേസ് തീരാതെ എനിക്ക് വന്നിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാന്നുള്ളത്. ആൻഡ് ഫൈനലി ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ആക്ച്വലി ബ്രോയ്ക്ക് എല്ലാം ഒരു ഹാപ്പി അല്ലേ? അതായത് കേസിന്റെ പ്രശ്നങ്ങൾ തീർന്നു, പുതിയ രാജ്യത്ത് പോകണം. നമുക്ക് കേസിന്റെ പ്രശ്നങ്ങൾ കേസ് അന്നും നമുക്ക് വിഷയമല്ല. കാരണം അത് കള്ളക്കേസാണെന്ന് എനിക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരു പക്ഷേ ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ വന്ന വാർത്ത കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും. ഞാൻ അതിൽ പറഞ്ഞ പ്രകാരം ഒരു പോക്സോ കേസ് എന്ന രീതിയിൽ എന്നെ അവതരിപ്പിക്കുന്നത്. പോക്സോ എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ പീഡിപ്പിച്ച കേസാണ്. എൻ്റെ ആദ്യ ഭാര്യയ്ക്ക് ഇപ്പോൾ 10-30 വയസ്സുണ്ട്. അതാണ് ഒന്നാമത്തെ രസം. അപ്പം ആൾക്കാരുടെ മനസ്സിലാവും കുഞ്ഞു കുട്ടിയെ പീഡിപ്പിച്ചതെന്നാണ് എൻ്റെ ഇതിലുള്ളത്. പിന്നെ കേസ് വന്നപ്പോൾ സംഭവിച്ചാൽ എനിക്ക് ട്രാവലിങ്ങിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നു. എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. 3 മാസം കൊണ്ട് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പാസ്പോർട്ട് റിലീസും എത്ര രാജ്യങ്ങൾ പോകണം എന്ന് എഴുതി കൊടുക്കണം. ഒരു തവണ എനിക്ക് 4-5 രാജ്യങ്ങളിൽ കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് വന്നു എന്നതിലുപരി എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്ളോഗ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി. ഈ വേൾഡ് റൈഡ് ആക്ച്വലി കഴിഞ്ഞ വർഷം ചെയ്യേണ്ടതായിരുന്നു. ഒരു വർഷം കൂടി എനിക്ക് ഹോൾഡ് ചെയ്യേണ്ടി വന്നു. കാരണം എനിക്ക് വണ്ടി എടുത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് കൺട്രി പോകണമല്ലോ. പിന്നെ അല്ല എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇപ്പം ഇപ്പം നിങ്ങൾ ഓൾറെഡി ഡിവോഴ്സ് ആയിട്ട് തന്നെ കുറേ നാളുകളായല്ലോ. പക്ഷെ 2015 ഞങ്ങൾ ഡിവോഴ്സ് ആയതാണ്. ഡിവോഴ്സ് ആകുമ്പോൾ ആ ഡിവോഴ്സ് ഞാൻ പോലും അറിയാതെ അവൾ വാങ്ങിയൊരു ഡിവോഴ്സാണ്. ആ ഡിവോഴ്സിന് വേണ്ടി അവൾ എനിക്കെതിരൊരു കേസ് ഫയൽ ചെയ്തു. ഞാൻ അവളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് ഫയൽ ചെയ്തിട്ടാണ് ഡിവോഴ്സ് വാങ്ങിയത്. ആ കേസ് 2018 കോഷ് ചെയ്യാൻ വേണ്ടി അവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് കോഷ് ചെയ്യുന്നത്. അവൾക്ക് വരാനുള്ള വണ്ടിക്കൂലി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ട് കോഷ് ചെയ്ത്. അപ്പോൾ ഓരോ തവണയും പല തവണയായിട്ട് നമ്മളടുത്ത് പൈസ വാങ്ങിയിട്ടുണ്ട്. പൈസ പല തവണയും വാങ്ങിയിട്ടുണ്ട്. ഞാനത് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ മകൻ്റെ ഉമ്മ എന്ന രീതിയിൽ ആ ഒരു സ്ത്രീയെ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയും ഞാൻ അവരെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ എൻ്റെ മകനെ കാണാൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ പോയിട്ട് കാണിക്കാറുണ്ട്. ആ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഖാദറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുമ്പം ഖാദറിൻ്റെ ചില ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം വന്നു. അപ്പം അറിയാതെ എൻ്റെ വായിൽ നിന്ന് പഴയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എനിക്കൊന്ന് ആ സമയത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ആൾക്കാർ കൂടുതൽ അറിയണതല്ലേ, അതെ അതെ ഫസ്റ്റ് മാരേജിനെ ആ ഒരു ഇൻ്റർവ്യൂ വന്നതിന് ശേഷം ഈ അറിയാൻ തുടങ്ങിയ ആൾക്കാർ. അപ്പോൾ എനിക്കാണെങ്കിലും കാരണം എൻ്റെ മകൻ ഒരിക്കലും അറിയാൻ പാടില്ല എന്നൊരു ഇത് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ സൈഡ് വന്നൊരു മിസ്റ്റേക്ക് അത്. കാരണം ഞാൻ വളരെ വികാരത്തോടുകൂടി സത്യങ്ങൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഈ കാര്യമാണ് അവരെ ചൊടിപ്പിച്ചത്. അപ്പോൾ അവർ ഒരു 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 തക്കം നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ. അപ്പോൾ അങ്ങനെയാണ് വേറൊരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ജാമ്യത്തിലുള്ള സമയത്ത് എനിക്കെതിരെ വേറെ FIR വന്നു കഴിഞ്ഞാൽ ആ ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി പറഞ്ഞത്. അപ്പോൾ ആ കോടതി ഉത്തരവ് കണ്ടപ്പോൾ എനിക്കെതിരെ ഇവരെ കൂട്ടുപിടിച്ചിട്ട് ഒരു കേസ് കൊടുക്കുകയാണ്. പക്ഷേ ഇത് പണ്ട് നടന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് മറ്റേ ജാമ്യത്തിനെ ബാധിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആക്ച്വലി എൻ്റെ മകനാണ്. കാരണം അവനൊരു നാഷണൽ ലെവൽ മോട്ടോർ റേസറാണ്. അതെ അതെ, അവൻ്റെ റേസിങ് കാര്യങ്ങളൊക്കെ അവൾ കുളമായി കൈമ കൊടുത്തു. കാരണം അവനിക്കെതിരെ കേസ് കൊടുത്തു. കുട്ടിക്കെതിരെയോ? കുട്ടിയുടെ കസ്റ്റഡിയന് വേണ്ടി കേസ് കൊടുത്തു. അതെ, അങ്ങനെയൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ റേസിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവനെ റേസിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം അവന് ലീഗലി അവൻ്റെ ഭാവിയാണ്. ഞങ്ങൾ അത്രയും ചെക്കനാണെങ്കിലും അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ട് പഠിച്ചിട്ടാണ് അവനെ റേസിങ് അറിയുന്നത്. നാഷണൽ ലെവൽ അത്ലറ്റാണ്. എന്നിട്ട് അവൻ്റെ കരിയർ അവർ നശിപ്പിച്ചു. ഇങ്ങനെ മകനെ കൂട്ടി റേസിങ്ങിന് പോകുന്നു, അത് പ്രശ്നമാണ്, ചെറിയ മോനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കരിയർ നശിപ്പിച്ചു. അവസാനം അവൻ്റെ വണ്ടികളൊക്കെ വിൽക്കേണ്ടി വന്നു. അപ്പം ബ്രോനെ മാത്രമല്ല കുട്ടീനെ എനിക്ക് കല്ലി എൻ്റെ ലൈഫിൽ ഒരു തേങ്ങ സംഭവിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മോൻ്റെ ലൈഫാണ്. ഇപ്പം ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ അവനിപ്പോൾ സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം സ്കൂളിലെ കുട്ടികളെ കളിയാക്കാൻ തുടങ്ങി, ബുള്ളിങ് ചെയ്യാൻ തുടങ്ങി. അവൻ എപ്പോഴും ബുള്ളിങ് കിട്ടാൻ തുടങ്ങി. കാരണം എല്ലാവരും അറിഞ്ഞു അവൻ്റെ ഉമ്മ കേസ് കൊടുത്ത് ഉപ്പ പ്രതിയാണെന്നൊക്കെ രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മക്കളെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ദുബൈയിലേക്ക് മാറ്റുന്നു. 2 മക്കളെ ഞാൻ സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സിനിട്ടു. എവിടെയൊക്കെ കുട്ടികൾ ഇവരെ പാസ്റ്റ് അറിയുന്നില്ലോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനിട്ടു. അവരിപ്പം ഇൻഷാല്ലാ ജൂണിലേക്ക് അവർ ദുബായിലോട്ട് വരും. ഇവർ സെറ്റിൽ ചെയ്യാൻ പോകുന്നു, ഇവിടെ ജീവിക്കാൻ പോകുന്നു. മക്കൾ സമാധാനത്തിൽ ജീവിക്കട്ടെന്ന്. നമ്മൾ പറയും അമ്മ 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 എന്നുള്ള പേരിനൊരു വലിയൊരു പ്രാധാന്യമുണ്ട്. പക്ഷേങ്കിൽ ഈ 2025 അമ്മ എന്നുള്ള പേരിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ അമ്മമാർ തന്നെ പലതരത്തിൽ കുട്ടികളെ ഉപദ്രവിക്കുന്നു, പ്രശ്നമാക്കുന്നുണ്ട്. അപ്പം അതിലേറ്റവും ഒരു ഉദാഹരണം ഇത് ബയോളജിക്കൽ മാത്രമാണ്. പക്ഷെ എന്നാലും ആ ഒരു മകൻ്റെ ലൈഫും സ്പോയിൽ ചെയ്തു. അവനെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേങ്കിലോ ഇൻസ്റ്റാഗ്രാമിലും അവിടെയൊക്കെ ഭയങ്കര ഷോ ആണ്. എൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, സ്റ്റോറി ഇടുക. ആൾക്കാർ മുമ്പിൽ ഭയങ്കര ഷോ ആണ്. പക്ഷെ ഇൻഡയറക്റ്റ്ലി കേസ് കൊടുക്കുക, പിടിക്കുക. പക്ഷേ ഈ കേസ് കൊടുക്കുന്ന സമയത്ത് മോനെതിരെ പറയുന്ന സമയത്ത് മോനെ കാണണം അല്ലെങ്കിൽ മോനെ മീറ്റ് ചെയ്യുന്ന അതൊന്നും അല്ല, മകനെ എനിക്ക് തരുമ്പോൾ അവള് പൈസ വാങ്ങിയിട്ടാണ് മകളെ എനിക്ക് തന്നത്. കാരണം അവൾ ആ സമയത്ത് ഒളിച്ചോടി പോയപ്പോൾ ആ സമയത്ത് കാമുകം പറഞ്ഞത് മകനെ എനിക്ക് വേണ്ട, കണ്ടവൻ്റെ കുട്ടി എനിക്ക് വേണ്ട എന്നിട്ട് അവൻ പോയതാണ്.
അപ്പം അങ്ങനെ പോയ ആളാണ്. പിന്നീട് ഞങ്ങൾ പറഞ്ഞു എനിക്ക് വന്ന് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ വരാറുണ്ട്, കാണാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കെതിരെ കേസ് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. മോനിക്ക് താല്പര്യമില്ല, അവന് നല്ല ബുദ്ധിയുണ്ട്, അവന് വേണ്ട, കാണണ്ടെന്ന് തന്നെ പറയും, അവന് തീരെ താല്പര്യമില്ല. ഓ. അപ്പൊ ഇപ്പൊ ആക്ച്വലി നിലവിൽ ആ കേസെല്ലാം കേസ് ലീഗലി തീർന്നു, പറഞ്ഞ പോലെ കോടതി വെറുതെ വിട്ടു. കാരണം ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ആ സ്ത്രീക്ക് 18 വയസ്സായിരുന്നു. ഒരു 18 വയസ്സാവാത്ത ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ പള്ളിക്കാർ ആലോചിക്കില്ലേ? 18 വയസ്സാകാത്ത മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഉപ്പ പ്രതിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ കേസിൽ 1-ാം പ്രതി അവൾ ഉപ്പയും, 2-ാം പ്രതി പള്ളിയിൽ ആ പാവപ്പെട്ട ഉസ്താദും കമ്മിറ്റിക്കാരും സൈൻ ചെയ്ത സാക്ഷികളും, പിന്നെയാണ് ഞാൻ വരുന്നത്. അപ്പം അവൾക്ക് 18 വയസ്സായിട്ട് തന്നെ അവർ കല്യാണം കഴിപ്പിച്ചത്. അവർ ഒരു കള്ളക്കേസും കൊടുത്തു, എന്നെ ഒന്ന് അകത്താക്കാൻ നോക്കി, അത്രയുള്ളൂ. എന്നെ അകത്താക്കാൻ കുറച്ച് ആൾക്കാർ വന്നു, ഇവർക്ക് ഫൈനാൻഷ്യൽ എന്തോ ഓഫർ ചെയ്തു, പൈസ ഒന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അവളെന്തോ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ആയെന്ന് പറഞ്ഞു. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് പൈസ കൊടുക്കാൻ ഓഫർ ചെയ്തപ്പോൾ അവർ വീണു. അതാണ് സംഭവിച്ചത്. പക്ഷേ അവർ ട്രീറ്റ്മെൻറ്റ് പൈസയും കൊടുത്തില്ല, കാലും വാരി അവർ പോയി. ഇവർ മേലോട്ട് നോക്കി നിൽക്കേണ്ട ആവശ്യം. ഓ, ഓക്കെ. അപ്പം അതൊരു എന്താ പറയാ, എനിക്ക് കുട്ടീൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കുട്ടീനെ നമുക്കങ്ങനെ നമ്മളിങ്ങനെ, കാരണം നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് കുട്ടീൻ്റെ മറ്റേ റേസിങ്ങിന്റെ അല്ല, വീഡിയോസും അവന് കാര്യങ്ങളൊക്കെ. ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു പോയി, കഴിഞ്ഞ കുറേ കാലമായിട്ട് മാസി ഷാക്കിർ എന്ന അവന് ഇൻസ്റ്റയിൽ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, റേസിംഗ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളെ നല്ല അറിയപ്പെടുന്ന റേസേഴ്സ് ആക്കണം എൻ്റെ ആഗ്രഹം. ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. പക്ഷേങ്കിൽ വണ്ടികൾ വിറ്റും, അതാണ് സത്യം. ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുപോയ വണ്ടികളും അവൻ്റെ റൈഡിങ് ഗിയേഴ്സും അവൻ്റെ വണ്ടിയുടെ പാർട്സും എല്ലാം ഞങ്ങൾ വിറ്റു. കാരണം ഞങ്ങൾക്ക് ഇനി അവിടെ റേസിംഗ് നടത്താൻ പറ്റില്ല, റേസിന് പോകാൻ പറ്റില്ല എന്ന് തീരുമാനം. അവനാണെങ്കിൽ ഇപ്പോൾ 1 ഇയർ ആയിട്ട് അവൻ പ്രാക്ടീസ് ഇല്ല. ഓ, അപ്പൊ ഇത് കേസ് തീർന്നിട്ട് ഇനിയിപ്പോ കുട്ടിക്കാണെങ്കിൽ ഇനിയിപ്പോ അത് കണ്ടിന്യൂ ചെയ്യാൻ ഇല്ല, പറ്റില്ല. പറ്റില്ല. ഓ, കാരണം 18 വയസ്സാവുന്നവർ അവൻ്റെ കസ്റ്റോഡിയൻ്റെ പേരിൽ അവർക്ക് കേസ് കൊടുക്കാം. അവർക്ക് എപ്പം വേണമെങ്കിൽ ഇനിയും കേസ് കൊടുക്കാം, ഓക്കെ ഓക്കെ. ഇനിയും അവർക്ക് പറയാം. കാരണം ബയോളജിക്കൽ മദറിനാണ് സ്ഥാനം. മകനിപ്പം കോടതിയിൽ എനിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ അവന് ഏജ് ആവാത്തതുകൊണ്ട് 18 വയസ്സാവുന്നൊരു ആ ഒരു ഇതുണ്ട്. ഓ. ഇപ്പോഴും അവർ കോടതിയിൽ ഇങ്ങനെ അവന് വേണ്ടിയിട്ടും ചെലവിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത് കേസ് ഞാൻ. ഒരുപാട് ഫണ്ണി തിങ്സ് ഉണ്ട് അതിൻ്റെ പുറകിൽ. മാക്സിമം എത്രത്തോളം നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുമോ. പക്ഷേങ്കിൽ ഇതൊന്നും ആരും അറിയുന്നില്ല, മാധ്യമങ്ങളൊന്നും ഇതൊന്നും ചർച്ച ചെയ്യാനോ അവരതിനെപ്പറ്റി പഠിക്കാനോ ഒന്നും അവർ നോക്കുന്നില്ല. അല്ല, നമ്മളാണെങ്കിലും ഈ പറയുന്ന ന്യൂസൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോകുന്നു, അല്ലെങ്കിൽ ഇതിങ്ങനെ വിവാദമാകുന്നൊക്കെയാണ് നമ്മൾ ഇപ്പം ഈ പറയുന്ന പോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ നമ്മളും അറിയുന്നില്ലല്ലോ. ഇതിപ്പോ അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഉം, അവർ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഉം, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രൂഫ് ഉണ്ട്. ഞങ്ങളുടെ വോയിസ് റെക്കോർഡ്സ്, കോൾ റെക്കോർഡ്സ്, അതുപോലെ ഈ പറഞ്ഞ കേസിൻ്റെ ഡീറ്റെയിൽസ്, അവൾ രണ്ടാമത് കൊടുത്ത കേസാണെങ്കിൽ അതും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്തുണ്ട്. ഉം, കാരണം ഞങ്ങൾ പ്രൂഫ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഉം. പക്ഷെ ഞങ്ങൾക്കിത് പബ്ലിക്കിലേക്ക് എടുത്തിടാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ. മനസ്സിലായി. ഓക്കെ. അപ്പം പിന്നെ എനിക്ക് ഏതായാലും നമുക്കിതിൽ യാതൊരു പരിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ജീവിക്കാൻ വേണ്ടി, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി അവർ കുറച്ച് തരികിട പരിപാടികൾ നടത്തി, അവരതുകൊണ്ട് നന്നായിക്കോട്ടെ. എനിക്കിപ്പോൾ കേസ് തീർന്നു. ഞാനിപ്പോൾ എൻ്റെ റൈഡൊക്കെ ബാക്കിലേക്ക് പോകും. ഞങ്ങൾ വീട്ടിലാരും പട്ടിണി എടുക്കുന്നില്ല, എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്. മക്കളിപ്പം മോട്ടോ ക്രോസ് ഒഴിവാക്കിയിട്ടല്ലോ മോട്ടോ GP യിൽ കയറുന്നുണ്ട്. ഉം. ഇവർ വന്നാൽ അവരെ ഞങ്ങൾ ഇന്തോനേഷ്യയിലും തായ്ലൻഡിലൊക്കെ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. എന്തായാലും 4-5 വർഷം കൊണ്ട് കേരളത്തിലെ ടോപ്പായിട്ട് അവർ മാറും. അക്കാര്യം ഞങ്ങൾക്ക് അടിപൊളി. ഉറപ്പുണ്ട്. അല്ല, തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ്, കുട്ടികൾ, അവർ നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം അങ്ങനെ ബാക്കി എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലൈഫിൽ എന്ത് വന്നാലും നമ്മുടെ ഫാമിലി അറ്റ് ദ എൻഡിൽ എൻ്റെ നമ്മുടെ ഉപ്പയാണെങ്കിലും, ഫാമിലി അത് തന്നെ, പേരൻസും പിന്നെ തീർച്ചയായിട്ടും. എക്സ്പെഷ്യലി എൻ്റെ വൈഫ്, ഉം, അവൾക്കറിയാം ഞാൻ എന്താണെന്നില്ല. അപ്പോൾ അവൾ എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടുണ്ട്. അവൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവളും അവളുടെ വീട്ടുകാരും, അവളുടെ ഉപ്പയാണെങ്കിലും അവളുടെ ഉമ്മയാണെങ്കിലും അവളുടെ ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും അറിയാം എന്താണെന്നില്ല. ഉം, പിന്നെ നമുക്കിതൊന്നും വിഷയമല്ല. ഇതൊന്നും സീരിയസ്ലി ഈ കേസും ഒന്നും ഒരു വിഷയമല്ല. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഞാനൊക്കെ ഇങ്ങനെ മേലോട്ട് നോക്കും, ഇത്രയും കോടാനുകോടി നക്ഷത്രങ്ങൾ, ഞാൻ അങ്ങനെ ചിന്തിക്കും. അതിൻ്റെ ചെറിയൊരു ഗാലക്സിയിൽ കുഞ്ഞു ഭൂമിയുടെ മുകളിൽ കുഞ്ഞു ദുബായ്, അവിടെ ഇങ്ങനെ ഇരിക്കും നമ്മൾ. ഇതൊന്നുമല്ല ലൈഫ് ഒരുപാടുണ്ട്. ആൾക്കാർ അവരുടെ ചിന്ത എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ ആവിയായിട്ട് പോകും. അല്ല, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചിലപ്പം കേൾക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇപ്പം ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് കമന്റ്സ് തന്നെ ആൾക്കാർ എന്തെങ്കിലും കമന്റ് ഇട്ടാൽ തന്നെ അതിലേക്ക് ഭയങ്കര ടെൻഷൻ അടിച്ച് ഡിപ്രസ് ചെയ്യുന്ന ഇല്ല, സോഷ്യൽ ഡിപ്രഷൻ മീഡിയ അടിച്ചിരിക്കുന്ന വീഡിയോ ആൾക്കാരാണ്. കാണുന്ന ഒരാൾക്ക് ആ വീഡിയോനെ പറ്റി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉം, അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. അവൻ്റെ കൾച്ചർ വെച്ചിട്ട്, അവൻ്റെ ആ സമയത്ത് മൂഡ് വെച്ചിട്ട് അവൻ പലതും പറയും. അതെ. നമ്മളത് കേട്ടേ പറ്റും. ഉം, അതല്ലാതെ നെഗറ്റീവ് പറയരുത് അല്ല, പറയും. നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറയും. പക്ഷേങ്കിൽ അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഉം, അച്ഛനും തന്തക്കും തള്ളക്കൊക്കെ വിളിക്കുമ്പോൾ ഉം, നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ല, അതിനെതിരെ നമ്മൾ റിയാക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതങ്ങ് ബ്ലോക്ക് ചെയ്തിട്ടേക്കും. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് വെച്ചാൽ, തെറി കണ്ടാൽ ബ്ലോക്ക് ചെയ്തോ. എന്നെ തെറി പറഞ്ഞാൽ കുഴപ്പമില്ല. ഉം, വീട്ടുകാരോ വേറെ എന്തെങ്കിലും അബ്യൂസീവ് വേർഡ്സ് ഉണ്ട്, ബ്ലോക്ക് ചെയ്തിട്ടും. പിന്നെ ആൾക്കാർക്ക് ഈ നെഗറ്റീവ് കാണാൻ അവർ തന്നെ തെറി പറഞ്ഞിട്ട് ഫേക്ക് ഐഡിയ തെറി പറഞ്ഞിട്ട് അവർ തന്നെ റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇട്ട് റീച്ച് ആക്കുന്നുണ്ട്.
അതെ, പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയ ടൈപ്പ് എൻഡ് ഓഫ് ഓഫ് ദ റീച്ച് ആൾക്കാരാണ്. വേണം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലി യു ആർ സച്ച് എ സ്ട്രോങ്. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാലും മല്ലൂട്ര നിങ്ങളുടെ ബ്രോയുടെ ഉള്ളിലൊരു നല്ലൊരു സ്ട്രോങ്, അല്ലെങ്കിൽ ഒരു ലൈഫിനെ പറ്റി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എത്ര പ്രശ്നങ്ങൾ വന്നാലും എത്ര സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി ഇപ്പോൾ എണ്ണ തീരാനായി. ഇപ്പോൾ എണ്ണ അടിക്കണം, ഇനി രാത്രി കയറാൻ പറ്റിയ ഫുഡ് അടിക്കണം, നാളെ ഒന്ന് ഷോറൂമിൽ പോകണം. ഇതാണ് നമ്മുടെ മൈൻഡിലുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഇന്റർനെറ്റ് യൂസിങ് വളരെ കുറവാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം എൻ്റെ അടുത്തല്ലേ ഉള്ളത്. ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കുന്നില്ല, ഇൻസ്റ്റ ഓപ്പൺ ആക്കുന്നില്ല, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്നില്ല. ഇത്രയും പറയുന്നവർ പറയട്ടെ, ഞാൻ കാണുന്നില്ലല്ലോ. എനിക്ക് കണ്ടാലും എനിക്കൊരു കുന്തമില്ല, കാരണം ഞാൻ 5 വർഷമായി ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ അവർ പറയുമ്പോൾ ഞാനത് കേൾക്കും. പക്ഷെ എന്നെ ഒരുപാട് ആൾക്കാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ. തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇതിപ്പം നമ്മൾ കുറേ കമന്റ്സ് നോക്കുമ്പോഴത്തേക്കും അവർ മല്ലു ട്രാവലർ ഈസ് ബാക്ക്, അപ്പം തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ്. അത് തീർച്ചയായിട്ടും ആൾക്കാർ അത്രയും അന്ന് ആ ടൈമിൽ അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഇന്നല്ലെങ്കിൽ അതേപോലെ കാണാൻ ഇഷ്ടപ്പെടുന്നവരും മറ്റു ഒരുപാട് ആൾക്കാരുണ്ടാവും. ഈ ഒരു യാത്രയോട് കൂടിയിട്ട് റൈഡിങ് കരിയർ തിരിച്ചു വരും. കാരണം ഞാൻ അങ്ങനെയുള്ള കൺട്രികളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ ലൈഫിൽ അത്രയും ഡ്രീം റൈഡാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ട്രിപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ വണ്ടി ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് റെസ്റ്റിലാണ് എനിക്ക് ഓടാൻ പറ്റണം. അല്ല, തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കേൾക്കുന്ന സമയത്താണെങ്കിലും ആ ബൈക്കിന് താഴെ മലയാളി പൊളിയല്ലേ എന്നൊക്കെ എഴുതിയിട്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു 100 കൺട്രീസ് 2 വർഷം കൊണ്ട് ഒരാളുടെ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡ്രീമാണ്. അപ്പോൾ അത് എന്താ പറയുക, നമുക്കത് ഇത്രയും നേരം നമുക്ക് സംസാരിക്കാൻ പറ്റി, അതിനെപ്പറ്റി ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു എന്താ പറയുക, വലിയ സന്തോഷമുണ്ട്. എവിടെ പോയാലും മലയാളികൾ ഉണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭക്ഷണത്തിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. സീരിയസ്ലി എവിടെയാണെങ്കിലും എനിക്ക് ശരിക്കും ഇത് മനസ്സിലായി. എനിക്ക് ഇപ്പോൾ താഴെ നിൽക്കുമ്പോൾ താഴെ കുട്ടികൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ഫ്രണ്ടിലത്തെ ഷോപ്പിലെ കുട്ടികൾ വെള്ളം കുടിച്ച് അങ്ങനെയാണ്. കാരണം നമ്മളവർ കുടുംബത്തിലൊരു ഇതായിട്ട്, അതും സ്ത്രീകളും കുട്ടികളും ഒക്കെ, കുഞ്ഞു മക്കളാണെങ്കിലും പ്രായമായ ഉമ്മമാരാണെങ്കിലും അവർ നമ്മളെ കാണുമ്പോൾ സംസാരിക്കുമ്പം, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം 1,00,000 ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിലാകെ കമൻറ്റ് ചെയ്യുന്നൊരു 500 ആൾക്കാരായിരിക്കും. അതിലൊരു 50 നെഗറ്റീവ് വരുന്നുള്ളൂ. ബാക്കി ആൾക്കാർ മുഴുവൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അത് മതി നമുക്ക്. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എന്താ പറയുക, എല്ലാ 100 രാജ്യങ്ങളും പോവുക, എല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഒരു വലിയൊരു സ്വപ്നം, എന്താ പറയുക, വലിയൊരു ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും അതുപോലെ നടക്കട്ടെ. എന്താണ് തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ ആ പഴയ മല്ലു ട്രാവലറിനെ നമുക്ക് തിരിച്ചു കിട്ടും. എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാ രാജ്യങ്ങളും കവർ ചെയ്തിട്ട് നമുക്ക് ഫൈനലി ഒന്നുകൂടി മീറ്റ് ചെയ്യണം കേട്ടോ. അതെ, പിന്നെ ഒന്നുകൂടി ഉണ്ട്. കമന്റ്സിൽ നെഗറ്റീവ് പറഞ്ഞല്ലോ, പക്ഷേ പോസിറ്റീവ് കമന്റ്സ് വരുമ്പോൾ നമുക്ക് ആക്ച്വലി അതൊരു എനർജിയാണ്. അത് കാരണം എൻ്റെ കയ്യിൽ യൂട്യൂബുള്ള സമയത്ത് ഞാൻ ഏതെങ്കിലും രാജ്യത്ത് കുടുങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കമന്റ് കാണുമ്പോൾ അതിലെങ്കിൽ ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖം. അപ്പോൾ അതൊരു ആക്ച്വലി അതാണ് ബെസ്റ്റ് മോട്ടിവേഷൻ. ഒരു വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈഫ് ഏറ്റവും ബെസ്റ്റ് മോട്ടിവേഷനാണ് പോസിറ്റീവ് കമന്റ്സ്. രണ്ടാമത്തത് നെഗറ്റീവ് കമന്റ്സ്. നെഗറ്റീവ് കമന്റ്സും തീർച്ചയായിട്ടും അതൊരു എനർജിയാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത്രയും ലൈഫിൽ ഫേസ് ചെയ്ത വിവാദങ്ങളൊക്കെ ഫേസ് ചെയ്ത ആൾക്കൊരു ഏറ്റവും കൂടുതൽ എയറിൽ പോയ അവാർഡ് എനിക്കാണ്. ആക്ച്വലി അതായിരുന്നു ഞാൻ യൂസ് ചെയ്യേണ്ടത്, ഈ എയറിൽ പോകുന്ന കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു വ്ളോഗർ, ഒരു ട്രാവൽ വ്ളോഗർ ആരെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെ ഏറി പോയിട്ടുണ്ടോ. ഞാൻ ആക്ച്വലി ഓൺ എയർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ആൽബം ഇറക്കാൻ പാനിക്കുണ്ട്. ലിറിക്സിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ടോപ്പിൽ എയറിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് കംഫർട്ട്. നമ്മൾ തന്നെ ബലൂൺ വീർപ്പിച്ച് എയറിലേക്ക് പോകും. കാരണം എയറിൽ പോയാലും നല്ല ഇതുണ്ടാവും. അപ്പോൾ അതായത് പറഞ്ഞു വെച്ചാൽ ചിലപ്പം ബ്രോതനെ നെഗറ്റീവ് കമന്റ്സ് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾ ചില കണ്ടന്റ്സ് ഞങ്ങൾ ഇന്റൻഷനോട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ശരിക്കും ഞാൻ ആക്ച്വലി വെറുതെ പറഞ്ഞായിരുന്നു. അല്ല, സീരിയസ്ലി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ വണ്ടി ഇറക്കിയ സമയത്ത് ഞങ്ങൾക്ക് അത് ഒരു 2 വീട് അടുപ്പിച്ച് 1 മില്യൺ ഒക്കെ വെച്ച് കയറും. ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഇട്ടപ്പം അതെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഇന്റൻഷനോടുകൂടി ഞങ്ങൾ, കാരണം ഒരാൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കണ്ടേ. അപ്പോൾ അവർക്ക് നല്ല പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ എല്ലാ വീഡിയോ നല്ല പറയും. കുറ്റം പറയാനാണ് താല്പര്യമെങ്കിൽ അവർക്ക് പറയാൻ വേണ്ടി നമ്മൾ കുറ്റം ചെയ്ത് കൊടുക്കണം. അതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു സക്കാത്തിൻ്റെ വീഡിയോ എനിക്ക് 4.3 മില്യൺ വ്യൂ വന്നത് ഫേസ്ബുക്കിലല്ലേ? അതെ, യൂട്യൂബിൽ ഇട്ടിരുന്നത്, സോറി ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ വളരെ ജെന്യൂനായിട്ട് ഒരു 25,000 രൂപ 500 ആൾക്കാർക്ക് 50 വെച്ച് കൊടുക്കാനുള്ള ഇൻറ്റൻഷൻ ഇട്ട്. ഞാൻ അത്ര റീച്ച് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആക്കി ആൾക്കാർ. ഓൺലൈൻ സക്കാത്ത് എന്നൊക്കെ പറയും. ഞാൻ നോക്കുന്നത് വെച്ചാൽ എന്നെ വളർത്തി വലുതാക്കി എൻ്റെ ഫോളോവേഴ്സിന് 50 രൂപ വെച്ച് 500 ആൾക്ക് കൊടുത്തു. 500 ആൾക്ക് ഞങ്ങൾ കൊടുത്തു, തികച്ചു കൊടുത്തു 25,000 റുപ്പീസ് നമ്മൾ അങ്ങനെ കൊടുത്തു. പിന്നെ പക്ഷേ ആൾക്കാർ ഇങ്ങനെ ട്രോൾ പോവാ, സക്കാത്ത്. ഇപ്പം ഫേസ്ബുക്കിന് കമൻറ്റ് ബോക്സിൽ സക്കാത്ത് കാണാൻ പറ്റും. ആ വീഡിയോ റിയാക്ഷനാണ്. അപ്പോൾ ഈ പൊട്ടന്മാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും? സക്കാത്ത് കമൻറ്റ് ചെയ്യും. പൊട്ടന്മാരെന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ തുള്ളി വെക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് നമ്മൾ എന്തെങ്കിലും സാധനം ഇട്ട് കൊടുക്കും, അവരതെടുത്ത് കയറിക്കും.
ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വൈബ് വരുന്നത്. സത്യം. അതായത് ഇൻസ്റ്റഗ്രാമിന്റെ കമന്റ്സ് നോക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് നെഗറ്റീവ് കമന്റ്സ് വളരെ കുറവാണ്. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് യങ്സ്റ്റേഴ്സ് ആണ്. ഉം. അവർക്ക് നല്ല വെളിവുണ്ട് തലയിൽ എന്താണെന്നില്ല അവരുടെ ഇന്റൻഷൻ. പിന്നെ ഇതൊക്കെ കേൾക്കുന്ന ഫേസ്ബുക്ക് അല്ല അമ്മമാരുടെ ഫേസ്ബുക്ക് അവസ്ഥ ഒന്ന് അമ്മമാർ ആലോചിച്ച് ഇരുന്ന് ഞാൻ രണ്ടുപേരും പറഞ്ഞില്ല കുറ്റം എക്സാക്ട്ലി പറയാനൊക്കെ. പറഞ്ഞതാണ്. ഇൻസ്റ്റാഗ്രാമിലെ കുട്ടികൾ ഓക്കെ അവൻ്റെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ടോപ്പ് ക്വാളിറ്റി ഫോട്ടോസ്, നല്ല ഡ്രസ്സിങ്, നല്ല മാന്യമായ വസ്ത്രധാരണം, ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് അവൻ ഒരു സംഭവമാക്കിയിട്ട് മാറ്റും. അങ്ങനെ സംഭവമാക്കി മാറ്റിയ ഒരു പ്രൊഫൈലിൽ ആരെങ്കിലും ഒരു ഇതേപോലത്തെ കമൻ്റ് ഇടുമോ? ഫേസ്ബുക്കിലാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഫേക്ക് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് രാവിലെ മുതൽ രാത്രി ഒരു പണിയെടുത്ത് ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുന്ന സമയമായിരിക്കും. ഓക്കെ വീട്ടുകാരുടെ ദേഷ്യം കൂടി സമയമായിരിക്കും. അപ്പം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പ്ലാറ്റ്ഫോം. ഫേസ്ബുക്കിൽ ഒരാൾ വരും സ്വന്തം പ്രൊഫൈലിൽ നല്ല ഫോട്ടോസ് ഇട്ടിട്ട് സ്റ്റാൻഡേർഡ് ആക്കി നോക്കില്ല. കാരണം ഫേസ്ബുക്ക് സമം കമൻ്റ് ഇടുക, ഇൻസ്റ്റാഗ്രാം സമം സെൽഫ് നമ്മളെ പ്രൊഫൈൽ നമ്മൾ ബിൽഡ് ചെയ്യാം. ഇതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നവൻ തെറ്റ് ചെയ്യില്ല. ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഓപ്പൺ ആക്കുന്നത് കമൻറ്റ് ചെയ്യും. ഫേസ്ബുക്ക് അവർ കമൻറ്റ് ചെയ്യട്ടെ, നമുക്കെന്താ, എനിക്ക് നല്ല റവന്യൂ കിട്ടുന്നില്ലേ? അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം ഇപ്പൊ ബ്രോ ഈ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഇത് മൂന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഇപ്പം ഞാൻ കേട്ടത് വെച്ചിട്ടാണെങ്കിലും ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ ഇൻകം കിട്ടുന്നത്. അല്ല ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത് യൂട്യൂബാണ്. ഇപ്പം പക്ഷെ എന്തുകൊണ്ടായിരിക്കും പക്ഷെ ഫേസ്ബുക്കിനെ യൂട്യൂബിനേക്കാളും കൂടുതൽ റീച്ച് ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ടല്ലോ. റീച്ച് കൂടുതലുണ്ട്, ബട്ട് സ്റ്റിൽ ഇൻകം നമുക്ക് വരുന്നത് യൂട്യൂബിൽ നിന്നാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ കേസിൻ്റെ ഒരു വീഡിയോ, ഞാൻ കാനഡയിലുള്ള സമയത്താണ് കേസ് നടന്നത്. അവിടെ ഞാൻ കേസിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തു. എനിക്കത് 1 million+ വ്യൂ വരും. കാനഡ എന്നുള്ള രാജ്യത്ത് CRP ഭയങ്കര കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്. ആ വീഡിയോ എനിക്ക് 1.3 ലാഖിൻ്റെ അടുത്ത് എനിക്ക് ഇൻകം വന്നു ഒരു വീഡിയോ. ആ പൈസ ഞാൻ വക്കീൽ ഫീസ് കൊടുത്തു. 2 വീഡിയോയും കൂടി 2 ലാഖിൻ്റെ പ്ലസ് എനിക്ക് സത്യം വിളിച്ചു പറയില്ല. അല്ല സീരിയസ്ലി ആ പൈസ കംപ്ലീറ്റ് അത് വക്കീൽ ഫീസ് ആയിട്ട് കൊടുത്തു. ആ പൈസ കൊണ്ടാണ് ഞാൻ കേസ് എടുത്തത്. പക്ഷെ കാനഡയിൽ നമുക്ക് ഇവിടെ നമ്മളൊരു 1 million ആൾക്കാർ കണ്ടാൽ നമുക്ക് ഏറിയ നമുക്കൊരു ലെവൽ കുറവാണ്. പക്ഷെ അവിടുത്തെ CRP എന്ന് വെച്ചാൽ 1000 ആൾക്കാരെ കണ്ടാൽ $6 $7 കിട്ടും. അങ്ങനെയുണ്ടല്ലേ? അപ്പൊ അതായത് 10,000 ചുരുക്കി ആൾക്കാരുടെ പറഞ്ഞാല് $600 കിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇപ്പൊ എനിക്കൊരു യൂട്യൂബിൽ 16,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി കാനഡയിലുള്ള ആൾക്കാരെ സബ് ചെയ്യിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇൻകം കൂടുതൽ കിട്ടും. Not the point. US കാനഡ. കാരണം ഇവിടെ നമ്മൾ ഇന്ത്യയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ CRP ഉള്ളത്. ഇന്ത്യയിൽ വരുമാനം കുറവാണ്. ഇന്ത്യയിൽ ഒരു 1,00,000 ആൾക്കാർ കണ്ട വീഡിയോയുടെ വരുമാനം കാനഡയിൽ 5,000 ആൾക്കാരാണ് കിട്ടും. അത് ശരി. ഓക്കെ, അതൊരു പുതിയ അറിവായിരുന്നു. നമ്മൾ US കേട്ടിട്ടുണ്ട്, പക്ഷെ കാനഡ US UK ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യൂറോപ്പ് എവറി കൺട്രി ഡിഫറെന്റ്. ഇവിടെ വരുമാനം കൂടുതലല്ലേ. ഓക്കെ. പക്ഷെ ഈ യൂട്യൂബിന്റെ അൽഗോരിതം നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ പക്ഷെ പണ്ടത്തെ അത്രയും വ്യൂസ് ആൾക്കാരുടെ ഇല്ല. അത് റീസൺ എന്താ വെച്ചാൽ പണ്ട് 100 കടകളും 1000 കസ്റ്റമേഴ്സും ആയിരുന്നു. ഇപ്പം 1,00,000 കടകളും 100 കസ്റ്റമേഴ്സായി. ഇപ്പം ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം മല്ലു ബ്രോയ്ക്ക് ഇപ്പൊ 2.7 മില്യൺ സബ് ഉണ്ട്. പക്ഷെ ആക്ച്വലി അതൊരു ചെറിയൊരു സബ് അല്ല. 2.7 1,00,000 ആൾക്കാർ മാക്സിമം 1-2 ലക്ഷം ആൾക്കാർ. ബാക്കി ആൾക്കാർ എവിടെ പോയി അറിയില്ല, അത് ഒഴിവാക്കി പോയിട്ടുണ്ടാവും. പക്ഷെ സബ് അവിടെ ഉണ്ടല്ലോ, ഉണ്ട്, സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാനൊരു പ്രൊഫൈൽ ക്രിയേറ്റ് സബ് ചെയ്ത് ഞാൻ ആ പ്രൊഫൈൽ ഡിലീറ്റ് ആക്കിയ സബ് അവിടെ ഉണ്ടാവും. ഞങ്ങൾ ഫിൽറ്റർ ചെയ്യും, ക്ലിയർ ചെയ്ത് ഡെഡൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. അപ്പം അങ്ങനെ കുറേ ക്ലിയർ ചെയ്തിരുന്നു. പക്ഷേ അത് മാക്സിമം ഇപ്പോൾ ഉള്ളതൊക്കെ ഉണ്ട്. അല്ല, എൻ്റെ ഒരു വലിയ സംശയമാണ്. കാരണം പണ്ടത്തെ ഒരു ടൈം എന്ന് പറയുന്നത് എനിക്കൊന്ന് 2-3 വർഷം മുന്നേ വരെ, അതായത് കൊറോണയ്ക്ക് ആൾക്കാർ യൂട്യൂബേഴ്സ് വരുന്നതിനൊക്കെ മുന്നേ വരെ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒരു മിനിമം 2 ലക്ഷം 3 ലക്ഷം വ്യൂസ് ഉണ്ടാവും. പക്ഷെ അതിനുശേഷം ഇപ്പം നോക്കുവാണെങ്കിൽ 1 മില്യൺ 2 മില്യൺ സബ്ബുള്ള ആൾക്കാരുടെ വ്യൂസ് നോക്കുമ്പോൾ 25,000 അല്ലെങ്കിൽ 30K ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇല്ല, അത് ഇവർ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇവർ റീച്ച് ഡിവൈഡ് ആകാൻ തുടങ്ങി. കാരണം ആൾക്കാർക്ക് ടൈമില്ല. 30 മിനിറ്റ് ഒരു വീഡിയോ ഉണ്ടെന്ന് വെച്ചോ, ഒരു 1000 10,000 ചാനലുണ്ട്, സമയം വേണ്ടേ? അതുകൊണ്ട് ആൾക്കാർ ഷോർട്സിലേക്ക് പോകും. ടിക് ടിക് എന്നിട്ട് കണ്ടു തീർക്കണം. നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതുവഴി ആഡ് എടുക്കുക, പരസ്യം. ദുബായിലൊക്കെ നല്ല മക്കളുണ്ട്, അടിപൊളി മക്കളുണ്ട്. അവർ നല്ല വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നല്ല കുട്ടികളുണ്ട്. അവരൊക്കെ നല്ല മീൻസ് മാസം ഒരു 10,000-50,000 ദിർഹംസ് ഒക്കെ ഉണ്ടാക്കുന്ന മക്കളുണ്ട് കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മാത്രം ഒരു വീഡിയോന് 1000 ദിർഹംസ് 2000 ദിർഹംസ് വാങ്ങിയാലും അവർ ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും. ഒരു മിനിമം എന്നുവെച്ചാൽ വീഡിയോ കാണുന്ന മലയാളികളോട് 50,000 ഓൾമോസ്റ്റ് 12 ലക്ഷം രൂപ ഒരു മാസം വരുമാനമുള്ള മക്കളുണ്ട്. അല്ല, സത്യം പറയാം, ദുബായിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ. ഇപ്പം എനിക്കൊന്ന് ഒരുപാട് ഇപ്പം കടകളായിക്കോട്ടെ അല്ലെങ്കിൽ ഷോപ്പുകളായിക്കോട്ടെ ഫുള്ള് സ്പോൺസർ ചെയ്യാനായിട്ടാണെങ്കിൽ കുഞ്ഞു വ്ളോഗേഴ്സിന് ഇവർക്ക് വേണ്ടത്. കുഞ്ഞു മീൻസ് ചെറിയ റേറ്റ് വാങ്ങുന്ന ഒരു 10,000 20,000 ഒക്കെ റീച്ച് എടുത്ത വ്ളോഗേഴ്സിന് അവർ 500 ദിർഹംസ് 1000 ദിർഹംസ് ചെയ്ത് കൊടുക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലൈഫിൽ അവർക്കൊരു ടേണിംഗ് പോയിന്റ് ആണ് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ്. നമ്മളൊക്കെ ഒരു കാലത്ത് തുടങ്ങി വെക്കുമ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്ന് മാറി നമ്മൾ ലെവൽ മാറുമ്പോൾ അവിടെ പുതിയ തലമുറ വന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ കണ്ടിരുന്നു. അവന് ചെറിയൊരു പ്രൊഫൈലാണ്, 25,000 30,000 എങ്ങാണ്ട് വ്യൂ ഉള്ളൂ. പക്ഷെ അവൻ ഇവിടെ 500 ദിർഹംസ് തുടങ്ങിയാണ്. അവൻ 2,500 വാങ്ങുന്നത്. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്കും ഉണ്ടായിരുന്നു 10-15,000 സബ്ബുള്ള യൂട്യൂബ്. എവിടെ പോയെന്താ അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാൻ 3 ദിവസം മുന്നേ ഇട്ട വീഡിയോ ആണ്. ഇന്ന് വീഡിയോ ഇല്ല, നാളെ വീഡിയോ ഇല്ല. ഇനി അടുത്ത ബോർഡർ ക്രോസിംഗ് വീഡിയോ ഉള്ളൂ. വീക്കിലി എത്ര വീഡിയോസ് വെച്ചിട്ട് ഞാൻ അങ്ങനെയുണ്ടോ? എവറിഡേ ഒരു വീഡിയോ ഇടും. എല്ലാ എല്ലാ ദിവസവും ഞാൻ ട്രിപ്പ് തുടങ്ങി എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലും സെയിം ഫേസ്ബുക്കിൽ ഇപ്പം ഞാൻ ഫേസ്ബുക്ക് ഞാനൊരു 10-15 വീഡിയോസ് ഒരുമിച്ച് എഡിറ്റ് ചെയ്തിട്ട് ഒരു മാസം ഷെഡ്യൂൾ ചെയ്യലും. പക്ഷെ അത് വെച്ചാൽ അങ്ങനെ ഒരു റവന്യൂസ് ഇല്ല. എങ്ങനെ ഇട്ട് കൊടുക്കും? എന്തെങ്കിലും ഒരു കുരുട്ട് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം നേപ്പാൾ പോകുന്ന വഴിക്ക് ഒരു അയോധ്യയിലെത്തിയപ്പോൾ എൻ്റെ സ്റ്റേറ്റ്മെന്റ് തന്നു. ഞാൻ കണ്ടിരുന്നു അതിന്റെ കമന്റ്സ്. അത് എനിക്ക് നല്ല റീച്ച് ചെയ്തില്ല. നല്ല വ്യൂസ് ഉണ്ട്. 1 മില്യൺ എന്തോ 1 മില്യൺ വ്യൂസ് ഉണ്ട്. എന്താ നമുക്ക് $100-600 കൂടെ വരുമാനം. നിങ്ങൾ തീവ്ര മതങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്ന എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എൻ്റെ ലൈഫിൽ ഞാനും മതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ കാണുന്ന ആൾക്കാരോടൊന്നും മതമൊന്നും എന്നോട് ചോദിക്കാറില്ല, ഞാൻ ആരോടും ചോദിക്കാറില്ല. എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഫോർച്യൂണറിലൊരു കുരിശുണ്ടായിരുന്നു. കഴിഞ്ഞ ബൈക്കിൽ എൻ്റെ അടുത്ത് മുത്തപ്പനുണ്ടായിരുന്നു. ഞാൻ മതം ഇപ്പോഴും പറയുന്നു, മതം എന്നുള്ള പേര് എൻ്റെ ലൈഫിലില്ല. ഞാൻ ആരും അങ്ങനെ കാണാറില്ല. ഒരു മത തീവ്രവാദി ആവാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ പൊട്ടന്മാരുടെ ഇതാണ്, ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തരുന്നത്. അവർ തല്ലിക്കൊട്ടുന്നത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, അങ്ങനെ ഞാൻ ജീവിക്കാറ്. അപ്പം ഈ കാണുന്ന ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, മതഭ്രാന്ത് കൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ, ഇവരെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അവരെ യൂസ് ചെയ്തിട്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടി അവരെ യൂസ് ചെയ്തിട്ട് ഇനിയെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഇടരുന്നൊക്കെ അല്ല. നിങ്ങൾ ഈ മതം എന്നുള്ളത് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ ആവശ്യമുള്ള ഇഷ്ടമുള്ള വിഷയമാണ്. ഏറ്റവും കൂടുതൽ അവർക്ക് വികാരം വരുന്നൊരു വിഷയമാണ്. ഇപ്പം നമ്മുടെ മതത്തിൽപ്പെട്ട ആരെങ്കിലും പറ്റി എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടന്നെ പോയിട്ട് പ്രതികാരം ചെയ്യാൻ നോക്കും ആൾക്കാർ. പിന്നെ റിലീജിയസ് ആയിട്ട് വീഡിയോസ് മാത്രമല്ല, പല വ്ളോഗേഴ്സും റിലീജിയൻ മിക്സ് ചെയ്ത് വീഡിയോ എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചില ആൾക്കാർ ദൂരയാത്ര പോകുമ്പോൾ ഏതെങ്കിലും ഒരു മതപരമായ സ്ഥലത്തിന് ലൊക്കേഷൻ വെച്ചിട്ട് അവിടത്തേക്ക് ടാർഗറ്റ് അടിക്കും. ചില ആൾക്കാർ ബൈക്ക് എടുത്ത് പോകുമ്പോൾ മതം മിക്സ് ചെയ്തിട്ട് കൊണ്ടപ്പം. അപ്പം മതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് കച്ചവടം ചെയ്യും. മതം എന്ന് വെച്ചാൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല പ്രൊഡക്റ്റാണെന്ന് പല ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷേ പാവപ്പെട്ട വിശ്വാസികൾ ഇതറിയുന്നില്ല. ഇത് വിശ്വസിച്ചിട്ട് ഇവരിതിൽ കുടുങ്ങിപ്പോകും. എൻ്റെ പ്ലാറ്റ്ഫോമിൽ എവിടെയും ഇതുവരെ റിലീജിയൻ വെച്ചിട്ട് ഞാൻ എവിടെയും ചെയ്തിട്ടില്ല, ചെയ്യുകയും ചെയ്യാം. വീഡിയോ ആൾക്കാർ അങ്ങനെ ആക്കിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അത് അവര് പറഞ്ഞോട്ടെ. ഞാൻ അന്ന് ഇട്ട സ്റ്റേറ്റ്മെന്റും എൻ്റെ സ്റ്റേറ്റ്മെന്റാണ്. ഞാനതിൽ വ്യക്തി പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്. പക്ഷെ എൻ്റെ പേരിലൊരു മതം ഉള്ളതുകൊണ്ട് ആൾക്കാർ അതിനങ്ങനെ കാണുന്നു. പക്ഷെ എനിക്കിത് വിഷയമല്ല, അവർ കണ്ടോട്ടെ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ ഈ പോഡ്കാസ്റ്റിന് പ്രത്യേകത വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ, ഞാൻ ആദ്യമേ വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും ഇല്ല. എന്നോട് ഇപ്പം ചോദിച്ചാൽ പിന്നെ ചോദിച്ചാലും എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് വർത്താനം പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ബ്രോഡ് ഒരുപാട് കാര്യങ്ങൾ ഈ തിരക്കിനിടയിലും ഇത്രയും എക്സ്പീരിയൻസ് ഇത്രയും നമുക്ക് വേണ്ടി നമ്മളോട് പറഞ്ഞു. കാരണം ഉറക്കത്തിന്റെ റീസൺ അതല്ല, കാരണം ഒമാനിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത്. 400 കിലോമീറ്റർ റൈഡ് ആയിട്ട് വന്നിരുന്നതാണ്. സത്യം അതാ ഒമാനിൽ നേരെ എനിക്ക് വന്ന് പോഡ്കാസ്റ്റിൽ ഇന്റർവ്യൂ. താങ്ക് യു സോ മച്ച്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഞാനൊരു വാക്ക് പറഞ്ഞത് വരുന്നത്. അപ്പോൾ അതാണ് നമ്മളൊരു വാക്ക് പറഞ്ഞത് പാലിക്കണം. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഞാൻ വരണം. അല്ല എനിക്ക് തിരക്കാന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിച്ചത് വരുമോ എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. കാരണം തിരക്കാണെന്ന് അറിയാം. നമ്മൾ ഇത്രയും റൈഡും കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഈ 1 മണിക്കൂർ എൻ്റെ കത്തിയടിയും കേൾക്കുകയും വേണം, അതിന് ആൻസർ പറയുകയും വേണം. അതുകൊണ്ട് ഞാൻ ചോദ്യമേ പ്രശ്നമേ ഉള്ളൂ. എൻ്റെ പ്രശ്നം ഉണ്ടോ അതിൻ്റെ ചോദ്യത്തിന്? ഇല്ല. ഓക്കെ, ഹാപ്പി ആയിരുന്നില്ലേ? ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പം എന്താ പറയുക, 100 രാജ്യങ്ങൾ പോവുക, എന്താ പറയുക, എല്ലാ സ്വപ്നങ്ങളും എല്ലാം സാക്ഷാത്കരിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.